നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ ശബ്ദം നമ്മുടെ റേഡിയോ ഹലോ റേഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത് വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ശ്രീ കമൽ. നമസ്കാരം സർ. ഇപ്പോൾ കൊടുങ്ങല്ലൂരാണ് ജന്മദേശം. നടൻ ബഹദൂറിൻ്റെ ബന്ധുവാണ് അല്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സിനിമ ആ ഒരു ലോകം അല്ലെങ്കിൽ സിനിമാ അനുഭവങ്ങൾ അതൊക്കെ കേട്ടറിഞ്ഞിട്ടാണോ താങ്കളിപ്പോൾ ചലച്ചിത്ര മേഖലയിലേക്ക് അങ്ങനെ കടന്നു വരാനുള്ള ഒരു പ്രചോദനം ഉണ്ടായത്? അങ്ങനെയാണോ? അതെ അതെ, ബഹദൂറും പിന്നെ അത് മാത്രമല്ല, പിന്നെ മൊയ്തുപ്പടി എന്ന് പറഞ്ഞിട്ട് റൈറ്ററുണ്ട്. അദ്ദേഹം നോവലിസ്റ്റാണ്. കുറേ പടങ്ങൾക്ക് തിരക്കഥയൊക്കെ എഴുതിയിട്ടുണ്ട്. കുട്ടിക്കുപ്പായ എന്ന് പറഞ്ഞ പടമൊക്കെ കേട്ടിട്ടുണ്ട്. അന്ന് വലിയ ഹിറ്റ് പടമായിരുന്നു. അതിൻ്റെയൊക്കെ തിരക്കഥാകൃത്താണ് മൊയ്തുപ്പടി. എൻ്റെ അമ്മാവനാണ്. ബഹദൂറും ബന്ധുവാണ്. അങ്ങനെ കുട്ടിക്കാലം മുതൽ സിനിമയുടെ ഒരു പരിസരത്തൊക്കെ തന്നെയാണ് നമ്മളൊരു ബാല്യവും കൗമാരവും ഒക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് സിനിമയെക്കുറിച്ചൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. പിന്നെ കൊടുങ്ങല്ലൂർ അന്ന് ഈ ബഹദൂറിൻ്റെ കെയർ ഓഫിൽ പ്രൈം-മിനിസ്റ്ററൊക്കെ കൂടെ വന്നിട്ട്, പ്രൈം-മിനിസ്റ്ററിൻ്റെ എൻ്റെ ഒരു ബന്ധുവിൻ്റെ ഡോക്ടറുണ്ട്, ഡോക്ടർ സിദ്ദീഖ് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പ്രൈം-മിനിസ്റ്റർ വന്ന് താമസിക്കാറുണ്ട്. ഇവിടെ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ദൂരത്ത് നിന്നിട്ട് സിനിമയൊക്കെ കണ്ടിട്ടുള്ള ഒരു ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ വളരെ കുഞ്ഞായിരിക്കുന്ന സമയത്താണ് ചെമ്മീൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നത്. ഇവിടെ അഴീക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് കടപ്പുറത്തൊക്കെ നടന്ന് ഷീലയും സത്യനൊക്കെ വന്നിട്ട് അഭിനയിക്കും. പക്ഷെ അതിൻ്റെ കൃത്യമായ ഓർമ്മയിലില്ല. പക്ഷെ മദറൊക്കെ ഷൂട്ടിംഗ് കാണാൻ പോയ കഥയൊക്കെ ഇങ്ങനെ എപ്പോഴും പറയുമായിരുന്നു. നമ്മുടെ ബന്ധുക്കളൊക്കെ എപ്പോഴും പറയുമായിരുന്നു. അങ്ങനെ കുട്ടിക്കാലം മുതലേ സിനിമയുടെ ഒരു പരിസരത്ത് ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ സ്കൂളും കോളേജൊക്കെ കഴിഞ്ഞപ്പോൾ സിനിമയാണ് നമ്മുടെ ഒരു മേഖല എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. പിന്നെ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ നാടകവും പരിപാടികൾ, എഴുത്തു പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കലാരംഗത്തോടൊരു താല്പര്യം, അത് വീട്ടിൽ നിന്നൊക്കെ പ്രോത്സാഹനം ഉണ്ടാവുമായിരുന്നു. അങ്ങനെ ആരും എതിർക്കൊന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ ഒരു ഇതാണെങ്കിൽ. പക്ഷെ പഠിക്കണം എന്നുള്ളത് മാത്രമായിരുന്നു ഫാദറിനും മദറിനൊക്കെ ഇതുള്ളത്. അത് പഠിച്ചിട്ട് നമ്മൾ ആ മേഖലയിലേക്ക് പോവുകയാണ് ചെയ്തത്. ഈ കലാഭാരതി പറഞ്ഞിട്ട് ഒരു എന്താ പറയാ, ഒരു കലാപഠനശാല എന്ന് തന്നെ പറയാം. അതെ, അതിലേക്ക് വന്നു ചേർന്നു. ബിരുദ പഠനത്തിന് ശേഷമാണോ? അല്ലല്ല, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അതായത് ഞാൻ ക്രൈസ്റ്റിലാണ് പഠിച്ചത്. അതിനുശേഷം കുറച്ചു കാലം ഞാൻ തൃശ്ശൂർ പഠിച്ചിരുന്നു. ആ സമയത്ത് കലാഭാരതി അവിടെ തുടങ്ങിയതാണ്. അത് ഈവനിങ് ക്ലാസ് ആയിരുന്നു. അതൊരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ആദ്യമായിട്ടാണ് കേരളത്തിൽ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ്. അപ്പോൾ അത് അന്ന് പ്രീ ഡിഗ്രി മതി അഡ്മിഷൻ കിട്ടാനായിട്ട്. അപ്പോൾ പ്രീ ഡിഗ്രി കഴിഞ്ഞുകൊണ്ട് തന്നെ ഞാനായിട്ട് അവിടെ അഡ്മിഷൻ. അപ്പോൾ അന്ന് ഞാൻ ചെന്നപ്പോൾ ശരിക്കും അന്ന് ആക്ടിങ് കോഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം ആക്ടിങ് കോഴ്സിന് ചേർന്നു. അതിനുശേഷം പിന്നെ ഡയറക്ഷനിലേക്ക് മാറി. 2 വർഷത്തെ കോഴ്സായിരുന്നു. പക്ഷെ ഇടക്കാലത്ത് 1 വർഷം കറക്റ്റായിട്ട് കഴിഞ്ഞു. അപ്പോൾ സെക്കൻഡ് ഇയർ ആയി കഴിഞ്ഞപ്പോൾ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. തിയറി പഠിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. അന്നിപ്പോൾ ഡിജിറ്റലൊന്നും ഇല്ലല്ലോ. ഇന്ന് ഈ ക്യാമറയൊക്കെ ചെന്നൈയിൽ നിന്ന് കൊണ്ടുവരണം, വലിയ എക്സ്പെൻസീവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം പ്രായോഗികമായ പഠനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും കിട്ടില്ല. കുറേ ക്ലാസിക് സിനിമകളെ പറ്റിയൊക്കെ ക്ലാസ്സുകൾ എടുക്കും. പിന്നെ സിനിമയുടെ ഫണ്ടമെൻ്റൽ കാര്യങ്ങളെക്കുറിച്ചും ഹിസ്റ്ററിയെ കുറിച്ചിട്ടൊക്കെ തിയറി പഠിപ്പിക്കും. അതൊക്കെ മനസ്സിലാക്കാനായിട്ട് കലാഭാരതിയുടെ പഠനം. പിന്നെ അത് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങ് ഇല്ലാണ്ടായിപ്പോയി. അത് പി രാംദാസ് സാറായിരുന്നു അതിൻ്റെ പ്രിൻസിപ്പളായിട്ടുണ്ടായിരുന്നു. അറിയാലോ, ന്യൂസ് പേപ്പർ ബോയുടെ സംവിധാനം. പിന്നെ രാമകരിയാട്ടൊക്കെ അന്ന് ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെയൊക്കെ പേര് അതിൻ്റെ ഡയറക്ടർ ബോർഡിലുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം മരിച്ചുപോയി. പക്ഷേ രാംദാസ് സാറ് അത് ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ശാരദാനന്ദ മാഷ് എന്ന് പറഞ്ഞിട്ട് മാഷ്, അവരൊക്കെ ആയിരുന്നു അതിൻ്റെ ഫാക്കൽറ്റിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങളുടെ ആ ഒരു ബാച്ച് കഴിഞ്ഞതോടുകൂടി പിന്നെ അതങ്ങോട്ട് മുന്നോട്ട് പോയില്ല, അത് നിന്നുപോയി. പിന്നെ ഞാൻ മദ്രാസിലേക്ക് എൻ്റെ പഠനമൊക്കെ കഴിഞ്ഞ്, എൻ്റെ അമ്മാവനുണ്ട്, വേറൊരു അമ്മാവനാണ് പടിയൻ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം അഷ്റഫ് പടിയൻ എന്ന പേര്, അഡ്വക്കേറ്റാണ്. അദ്ദേഹം ഒരു സിനിമ ആദ്യം ചെയ്തു, ത്രാസം എന്നായിരുന്നു എൻ്റെ പേര്. അതിൻ്റെ കഥ എഴുതിയത് ഞാനാണ്. അതിൻ്റെ തിരക്കഥയൊക്കെ ഞാനാണ് എഴുതിയത്. അപ്പോൾ അത് കോളേജിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ എഴുതിയൊരു ചെറുകഥയാണ്. കോളേജ് മാഗസീനിൽ വന്നാണ് കഥ. അപ്പോൾ അത് അമ്മ കണ്ടിട്ട് അത് സിനിമയാക്കാൻ പറ്റുന്നൊരു വിഷയമാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇരുന്നിട്ടാണ് അത് ഉണ്ടാകുന്നത്. ഈ ത്രാസത്തിൻ്റെ പരിപാടിയായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ചെന്നൈ പോകുന്നത്. പിന്നെ തിരിച്ചു വന്നിട്ട് ത്രാസം ഷൂട്ടിങ് കഴിഞ്ഞിട്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ കുറച്ചു കാലം നിന്നുപോയി. സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ കാര്യം നിന്നുപോയി. ആ ഗ്യാപ്പിൽ ഞാൻ മദ്രാസിൽ പോവുകയും ഞാനവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു. അത് ബഹദൂറിൻ്റെ ഹെൽപ്പ് ഉണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ കുറേ സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. പിന്നെ കുറേ കാലം ചെന്നൈയിൽ സ്ഥിരതാമസമായിരുന്നു. ഒരു 6 വർഷത്തോളം ചെന്നൈയിൽ സ്ഥിരതാമസം. ഞാൻ സഹസംവിധായകനായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് മുഴുവൻ ചെന്നൈയിൽ സ്ഥിരതാമസമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ അങ്ങനെ ഇതാവുന്നത്. ഈ അസോസിയേറ്റ് ആവാന്ന് പറഞ്ഞാൽ ഒരുപാട് എന്താ പറയാ, പല ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദങ്ങളുള്ള ഒരു റോളാണ് അല്ലേ അസോസിയേറ്റ് ആവാന്ന് പറഞ്ഞാൽ. ഒരുപാട് ഇതൊന്നുണ്ടാവും, സംവിധായകന്റെ ഭാഗത്തു നിന്നുണ്ടാവും, അഭിനേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവും, അതുപോലെ തന്നെ നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഈ
മൊത്തം ഇത് ഒരു ഭാരം, ഒരു സമ്മർദ്ദം ഉള്ള ഒരു റോളാണ് അസോസിയേറ്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ താങ്കൾ ഈ അസോസിയേറ്റ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടാണ് പിന്നീട് സ്വതന്ത്ര സംവിധായകനാവുന്നത്. ഈ അസോസിയേറ്റ് എന്നുള്ള ഒരു ജോലി സമ്മർദ്ദം ഒക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്? പ്രധാനമായിട്ട് അന്ന് സിനിമ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സമ്പ്രദായത്തിന്റെ കീഴിൽ വർക്ക് ചെയ്യാനല്ലാണ്ട് മാർഗമില്ല ഇന്നത്തെ മാതിരി. അല്ലെങ്കിൽ പിന്നെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോകണം. അത് പിന്നെ നമ്മളപ്പോഴേക്കും സിനിമയിലേക്ക് എൻട്രി ചെയ്തുകൊണ്ട് പിന്നെ അതിലൊന്നുമില്ല. ഒരു സംവിധായകന്റെ കീഴിൽ പഠിക്കുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രായോഗികമായ കാര്യങ്ങൾ പഠിക്കുകയാണ്. എങ്ങനെയാണ് ഒരു സിനിമ ഉണ്ടാക്കേണ്ടത്, ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഉണ്ടാകുന്ന ക്രൈസിസ് എങ്ങനെയാണ്, അതെങ്ങനെ നമ്മൾ ഓവർകം ചെയ്യാൻ പറ്റും, ഇത്തരം കാര്യങ്ങൾ. പിന്നെ ഈ പറയുന്ന ഒരു സമ്മർദ്ദം ഉണ്ടാവും. അതിപ്പോൾ സംവിധായകനും ഇല്ല സമ്മർദ്ദം. സംവിധായകന്റെ സമ്മർദ്ദം നമ്മൾ ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സംവിധായകനെ ഹെൽപ്പ് ചെയ്യലല്ലേ നമ്മുടെ ജോലി. പ്രധാനമായിട്ട് അന്ന് ഈ ഡിജിറ്റലൊക്കെ വരുന്നതിന് മുമ്പുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളും സംവിധായകന്റെ ഉത്തരവാദിത്വം വളരെ വലുതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കോസ്റ്റ്യൂംസ് തന്നെ, ഇപ്പോൾ നടീനടന്മാരുടെ കോസ്റ്റ്യൂംസ് അത് സംവിധായകനും കൂടി ചേർന്നിട്ടാണ് തീരുമാനിക്കുന്നത് ഇന്ന സീനിൽ ഇന്ന ഡ്രസ്സ് ഇടണമെന്ന്. പക്ഷെ അതിൻ്റെ തുടർച്ച ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഒരു സീൻ എടുത്ത് ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങണ ഒരു സീൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾ ഓഫീസിലേക്ക് ചെല്ലും. അപ്പോൾ സെയിം ഡ്രസ്സ് ഇട്ടല്ലേ ഓഫീസിൽ ചെല്ലുക. പിന്നെ കാറിൽ ചിലപ്പോൾ അയാൾ പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ ബസ്സിൽ പോകുന്നുണ്ടാവും. അപ്പോൾ സെയിം ഡ്രസ്സ് തന്നെ ആയിരിക്കണം. സെയിം സമയത്ത് നടക്കുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂറ്റി പല ദിവസങ്ങൾ പല സമയത്തായിരിക്കും ഇത് ഷൂട്ട് ചെയ്യുക. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ചിലപ്പോൾ ആദ്യം എടുത്തിട്ടുണ്ടെങ്കിൽ കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഓഫീസിൽ ഷൂട്ട് ചെയ്യുക. അപ്പോൾ ഏത് ഡ്രസ്സ് ഇട്ട്, ഇപ്പോൾ സ്ത്രീകളൊക്കെ ആണെങ്കിൽ പൊട്ട് കുത്തിയത് എവിടെയാണ്, മുടി എങ്ങനെ കെട്ടി എന്നൊക്കെ തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും, കയ്യിൽ വാച്ചുണ്ടോ കണ്ണടയുണ്ടോ, അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും ഇതെല്ലാം എഴുതി വെക്കണമെന്ന്. അന്ന് ശരിക്കും ഒരു ഫോട്ടോഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കും. പക്ഷെ അത് പിന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് വരണം. അത് നോക്കും, പക്ഷെ എന്നാലും എല്ലാം എഴുതി വെക്കും. പിന്നെ ഓരോ ഷോട്ടിലും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ കുടയുണ്ടാവും. കുട ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ബസ്സിൽ കയറി അല്ലെങ്കിൽ ഇതാകുമ്പോൾ കുടയുണ്ടാവും. ചിലപ്പോൾ ഓഫീസിൽ എത്തുമ്പോൾ പുറത്ത് ചിലപ്പോൾ കുട വെച്ചിട്ടായിരിക്കും ഓഫീസിൻ്റെ അകത്തോട്ട് കയറണം. അപ്പോൾ അകത്ത് വരുമ്പോൾ കുട ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ വെച്ചിട്ടൊരു സ്റ്റിൽ എടുക്കുന്നതായിരിക്കും കുടയിട്ട്. അപ്പോൾ ഓഫീസിൽ അത് ഉണ്ടാവില്ല, ഓഫീസിനകത്ത് കയറുമ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കുറിച്ച് വെക്കണം. എക്സാമ്പിൾ പറഞ്ഞാൽ പിന്നെ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ തന്നെ ചിലപ്പോൾ വീട്ടിൽ മുടിയൊക്കെ കെട്ടിയിട്ടായിരിക്കും, പോണേരത്ത് മുടി അഴിച്ചിട്ടുണ്ടാവും. പിന്നെ വീണ്ടും വീട്ടിൽ വരുമ്പോൾ കെട്ടും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്യണം. ഞാൻ എക്സാമ്പിൾ പറഞ്ഞാണ്. അതുപോലെ തന്നെ ഈ ആക്ഷൻ കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് പെട്ടെന്ന് പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ ഓർഡറിലെല്ലാം ഷൂട്ട് ചെയ്യുക. അപ്പോൾ ഒരു ഷോട്ട് എടുത്തിട്ട് പിന്നെ സെയിം ആംഗിളിൽ വേറെ ഷോട്ട് എടുത്ത് അതിന് ശേഷമായിരിക്കും ഇതിൻ്റെ അടുത്ത ഷോട്ട് വരുന്നത്. അപ്പോൾ ഒരു ഷോട്ടിൽ ഇന്ന ഡയലോഗ് ഞാൻ പറയുമ്പോൾ എൻ്റെ കൈ എവിടെയായിരുന്നു, ഇപ്പോൾ കൈ ഇവിടെ ആയിരുന്നോ, ഇങ്ങനെ ആയിരുന്നോ വെച്ചിരുന്നു, നടക്കുള്ളത് കാര്യങ്ങൾ എഴുതി വെക്കണം. അപ്പോൾ അതാണ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിൻ്റെ മെയിൻ ജോലി. പിന്നെ മെയിനായിട്ട് ചാർട്ട് ചെയ്യാന്നുണ്ട് പരിപാടി. ഇപ്പോൾ മൊത്തം സിനിമ ഒരു അന്നത്തെ കാലത്തൊക്കെ 30 ദിവസം 40 ദിവസം കൊണ്ടൊക്കെ സിനിമ ഷൂട്ടിങ് കഴിയും. അപ്പോൾ ഈ ചാർട്ടിങ് ഇന്ന ലൊക്കേഷനിൽ ഇന്ന എത്ര സീനുകളുണ്ട്, അവിടെ ഇന്ന ആർട്ടിസ്റ്റുകൾ വരണം, അത് ഇന്ന ദിവസം ഷൂട്ട് ചെയ്യണം, അതിന് ആ ദിവസങ്ങളിൽ ആർട്ടിസ്റ്റ് അവൈലബിൾ ആവണം, ഇത്തരം കാര്യങ്ങൾ. പിന്നെ ലൊക്കേഷനിൽ എന്തൊക്കെ പ്രോപ്സ് വേണം, പ്രോപ്പർട്ടീസൊക്കെ എന്ത് വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അസോസിയേറ്റ്സും വേറെ 3-4 അസിസ്റ്റൻസും ഉണ്ടാവും. അവർ എല്ലാവരും പക്ഷേ അസോസിയേറ്റാണ് ഇതിനെ ലീഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഉത്തരവാദിത്തപ്പെട്ട ജോലിയാണ്. പിന്നെ സ്ക്രിപ്റ്റ് ആർട്ടിസ്റ്റുകൾക്ക് ഡയലോഗ് പറഞ്ഞു കൊടുക്കാം, ഡയലോഗ് പഠിപ്പിക്കുക, അതൊക്കെ ഇതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ഉത്തരവാദിത്തമാണ്. പിന്നെ ഡബ്ബിങ്ങിനും ഒക്കെ തന്നെ ഇതേ ഡയലോഗ്സ് തന്നെ ഡബ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ഉത്തരവാദിത്തങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്കൊരു സിനിമ വർക്ക് ചെയ്യുമ്പോൾ തന്നെ, അസോസിയേറ്റഡ് വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സിനിമയുടെ ഏകദേശം കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. പഠിക്കണവർക്ക് പഠിക്കാം. അപ്പോൾ പിന്നെ നമുക്ക് ഫർദർ സിനിമകൾ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് എക്സ്പീരിയൻസസ് ആണ്. അപ്പം എന്നെ സംബന്ധിച്ചോളം കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്, ഞാൻ പടിയനിൽ തുടങ്ങി മദ്രാസിൽ ചെന്ന് ആദ്യം എ ബി രാജ് എന്ന് പറഞ്ഞിട്ട് ഡയറക്ടറോട് വർക്ക് ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിലൂടെ ഞാൻ ആദ്യം ഒരു കമേഴ്ഷ്യൽ സിനിമയിൽ വർക്ക് ചെയ്യുന്നു. അതിനുശേഷം PN മേനോൻ, സേതുമാധവൻ, ഭരതൻ, ലെനിൻ രാജേന്ദ്രൻ, ഇങ്ങനെയുള്ള മാസ്റ്റേഴ്സ് ആയിട്ടുള്ള തമ്പി കണ്ണന്താനം ഇവരോടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഉണ്ടായിരുന്നു 4 പടം വർക്ക് ചെയ്തിട്ടുണ്ട്. PN മേനോൻ സാറിൻ്റെ കൂടെ 4 പടം, ഭരതൻ്റെ കൂടെ 2 പടം, പിന്നെ ലെനിൻ രാജേന്ദ്രൻ്റെ കൂടെ 2 പടം, അങ്ങനെയൊക്കെ കുറേ പടങ്ങൾ വരും. പിന്നെ ഹരികുമാർ, തമ്പി കണ്ണന്താനം, ഇങ്ങനെ കുറേ സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്തിട്ടാണ് ഞാൻ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആവുന്നത്. ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ പല ശൈലികളാണ്. ലെനിൻ രാജേന്ദ്ര സാർ എന്ന് പറഞ്ഞാൽ പക്ക ആർട്ട് ഫിലിമിന്റെ ഒരു ശൈലിയാണ്. ഭരതൻ സാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം മധ്യവർത്തി സിനിമയുടെ മധ്യവർത്തി എന്നും പറയാൻ പറ്റാത്തൊരു KS സേതുമാധവൻ സാർ എന്ന് പറഞ്ഞാലും വളരെ അങ്ങനത്തെ ഒരു രൂപത്തിലാണ്. തമ്മി കണ്ണന്താനം എന്ന് പറഞ്ഞാൽ തനി കമേഴ്ഷ്യൽ സിനിമയുടെ ആളാണ്. അപ്പൊ ഒരുപാട് പല ശൈലികളാണ് ഇപ്പോ അവരൊക്കെ. അത്തരം ശൈലിനെ എങ്ങനെയാണ് സ്വതന്ത്ര സംവിധായകനായപ്പോ ഒരു സ്വതന്ത്രമായ ശൈലി ഉണ്ടാക്കിയെടുത്തത്? അതിന് കാരണം പല സംവിധായകരോട് വർക്ക് ചെയ്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പല ആൾക്കാർക്കും പല സംവിധായകർക്കും പറ്റുന്ന ചില പ്രശ്നമുണ്ട്. സഹസംവിധായകനായിട്ട് ഒരു സംവിധായകന്റെ കീഴിൽ തന്നെ കുറേ പടങ്ങൾ വർക്ക് ചെയ്യും.
ഞാൻ പലരുടെ കൂടെയും കുറേ പടങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അപ്പോൾ അങ്ങനെ വെച്ചാൽ ഞാൻ ഓരോരുത്തരെയും ശൈലി പഠിക്കുകയായിരുന്നു. ഇപ്പോൾ പി എൻ മേനോൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹം ഒട്ടും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഫിലിം മേക്കറേ അല്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ സിനിമ മൊത്തം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിസിപ്ലിൻ ഉണ്ട്. എന്നുവെച്ചാൽ സിനിമയുടെ അകത്ത് അത് ഭയങ്കരമാണ്, അത് നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. പക്ഷേ ഷൂട്ടിംഗ് സമയത്ത് ഒട്ടും ഡിസിപ്ലിൻ ഇല്ല. അതേസമയം സേതുമാൻ സാറ് ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ട് ഒരു സ്കൂൾ ഹെഡ് മാസ്റ്റർ മാതിരിയാണ്. അതേപോലെ സ്ട്രിക്റ്റ് ആയിട്ട് ലൊക്കേഷനിലേക്ക് പെരുമാറുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ സിനിമയിലും ആ അച്ചടക്കം കാണാൻ പറ്റും. ഭരതേട്ടനാണെങ്കിൽ ഡിസിപ്ലിൻ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടെന്ന് പറയാം, ഇല്ല എന്ന് പറഞ്ഞില്ല. പക്ഷെ മേക്കിങ്ങിലൊക്കെ തന്നെ ഒട്ടും ഡിസിപ്ലിൻ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പല രീതിയിലേക്കുള്ള ഫിലിം മേക്കിംഗ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ഇവരൊക്കെ കലാകാരന്മാർ കൂടിയാണ്. അപ്പോൾ കലാപരമായിട്ട് അവരുടെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അല്ലാണ്ട് ലൊക്കേഷനിൽ ഇവർ എന്ത് പെരുമാറും എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതല്ല. ചിലപ്പോൾ ചൂടാവും, ഭയങ്കരമായിട്ട് മിസ്ബിഹേവ് ചെയ്യുന്ന രീതിയിലൊക്കെ പല സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് പലരോടും. പക്ഷെ അതൊക്കെ കഴിഞ്ഞാലും സിനിമയിൽ ആത്യന്തികമായിട്ട് സിനിമയിൽ എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുക. അപ്പോൾ അങ്ങനെ ഓരോരുത്തരിൽ നിന്ന് പഠിക്കാൻ കഴിഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ സിനിമ ചെയ്യുന്ന സമയത്ത് എൻ്റേതായ രീതിയിൽ സിനിമകൾ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ആരെയും അനുകരിക്കാൻ ശ്രമിച്ചിട്ടില്ല. പിന്നെ എന്നോട് എപ്പോഴും പി എൻ മേനോനൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ആരെയും അനുകരിക്കാൻ ശ്രമിക്കരുത്, നീ സ്വന്തമായിട്ട് മോശം സിനിമയാണെങ്കിലും നിൻ്റെതായ രീതിയിൽ എടുക്കണം എന്നാണ് എപ്പോഴും പറയാറ്. അല്ലാണ്ട് മറ്റൊരാൾ ഒരു ഹോളിവുഡ് സിനിമയിൽ ഇന്ന ഷോട്ട് ഉണ്ട് അതുപോലത്തെ ഒരു ഷോട്ട് എടുക്കണം, അല്ലെങ്കിൽ ഒരു ഹിന്ദി സിനിമയിൽ അതേപോലത്തെ ഒരു സീനുണ്ട് അതേപോലെ എടുക്കണം എന്ന് വിചാരിക്കരുത്, അത് ശരിയല്ല എന്ന് പറയുന്നുണ്ട്. അത് ഞാൻ എപ്പോഴും അങ്ങനെ തന്നെ പാലിക്കാറുണ്ട്. ഞാനിപ്പോൾ സിനിമകളൊക്കെ ചെയ്യുമ്പോഴും കണ്ട് ഇഷ്ടപ്പെട്ടൊരു ഷോട്ട് അങ്ങനെ എടുക്കാനൊക്കെ ആയിട്ട് ഇതുവരെ ഞാൻ ശ്രമിച്ചിട്ടില്ല. എൻ്റെ കഥയ്ക്ക് ആവശ്യമുള്ള ഷോട്ടാണ് ഞാൻ എടുക്കുള്ളൂ. ഇപ്പോൾ മെഴുനീർ പൂവുകളിലേക്ക് വരാം. ആദ്യ ചിത്രമാണ്, വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മളിപ്പോൾ ഉദയനാട് താരം ആ ഫിലിമിലൊക്കെയാണ് കണ്ടിരിക്കണേ. അവർ ആദ്യ ചിത്രം വെള്ളിത്തിരയിൽ കാണുമ്പോഴുള്ള ഒരു അനുഭവം ഉണ്ടല്ലോ, വലിയൊരു അനുഭവമാണ്. അത് ഒരു പ്രത്യേകത ഒരു സിനിമയാണ്. ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് വീണ്ടും അത് കണ്ടു, യൂട്യൂബിൽ എടുത്ത് കണ്ടു. അപ്പൊ കണ്ടപ്പോൾ തന്നെ അത് വല്ലാത്തൊരു പ്രത്യേകതരം മേക്കിങ്ങാണ്. കാരണം മോഹൻലാൽ എന്നൊരു നടൻ, അദ്ദേഹം ഒരുപാട് സീനിയർ അല്ല അക്കാലത്ത്. അതിന് തൊട്ട് 2 വർഷം മുമ്പാണ് ഉയരങ്ങളിൽ വന്നിരിക്കുന്നത്. ഐ.വി. ശശി MT ടീമിന്റെ ഉയരങ്ങളിൽ. അതിലെ ജയരാജ് വളരെ ശക്തനായിട്ടുള്ള കഥാപാത്രമാണ്. അത് അഭിനയിക്കുമ്പോൾ ഏതാണ്ട് 24-26 വയസ്സേ ഉള്ളൂ മോഹൻലാലിന്. ഇത് അഭിനയിക്കുമ്പോൾ ഏതാണ്ട് 28 വയസ്സ് കണക്കാക്കാം. അപ്പൊ അപ്പോൾ ആ ഒരു പ്രതിനായക വേഷം, ജയരാജ് എന്ന് പറഞ്ഞ ഒരു പ്രതിനായക വേഷം പോലെ തന്നെ, എന്ന നായകനുമാണ് താനും. അതേപോലെ തന്നെയാണ് മെഴുനീർ പൂവുകളിലുള്ള ഒരു റിച്ചാർഡ് എന്ന് പറഞ്ഞ കഥാപാത്രം. അപ്പോൾ അത്തരം അങ്ങനത്തെ ഒരു പ്രത്യേക ശൈലിയിലുള്ള ഒരു തുടക്ക ചിത്രം അങ്ങനെ ഒരു രീതിയിലേക്ക് എന്തുകൊണ്ടാണ് അത് എടുക്കാൻ? കാരണം കുടുംബ ചിത്രങ്ങളൊക്കെ വാഴുന്ന സമയത്ത് മമ്മൂട്ടി പെട്ടി, അതെ അതെ അതെ, മമ്മൂട്ടി പെട്ടിക്കുട്ടി എന്ന് പറയുന്നുള്ള ഒരു രൂപമാണ് അല്ലേ? അതെ, ഇങ്ങനെ ഒരു സിനിമ വന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു, ശരിക്കും പറഞ്ഞ ഒരു വിപ്ലവമാണെന്ന് തന്നെ പറയാം. അത് സത്യത്തില് മനഃപൂർവ്വം അങ്ങനെ ചെയ്തതല്ല. ഞാൻ ശ്രീസായി പ്രൊഡക്ഷൻസ് തൊട്ട് അവരാണ് അതിന്റെ പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ ആക്ച്വലി അദ്ദേഹം അതിൻ്റെ R.S. ശ്രീനിവാസൻ എന്നതിൻ്റെ ഓണർ എന്നെ ആദ്യം കമ്മിറ്റ് ചെയ്യുന്ന അദ്ദേഹമാണ്. പക്ഷെ അദ്ദേഹം ഒരു ബോട്ട് അപകടത്തിൽ മരിച്ചു, കുമരകത്ത് വെച്ചിട്ടാണ്. അദ്ദേഹം തമിഴ് നാട്ടിലാണ്. പക്ഷെ സെൻട്രൽ പിക്ചേഴ്സൊക്കെ ആയിട്ടുള്ള ബന്ധം കാരണം അദ്ദേഹം ഇടയ്ക്ക് കോട്ടയത്ത് വരും. അപ്പോൾ അവർ വേമ്പനാട് കായലിലൊരു ട്രിപ്പ് പോയതാണ്. ബോട്ട് മറിഞ്ഞ് അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന് നീന്തൽ അറിയില്ലായിരുന്നു, അങ്ങനെ അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രോജക്റ്റ് ആദ്യം തീരുമാനിച്ചിട്ട് ജോൺ പോളാണ് തിരക്കഥ. ജോൺ പോൾ വഴിയാണ് അദ്ദേഹത്തെ പരിചയപ്പെട്ട് നിന്നുപോയി. പിന്നെ ഒരു 5-6 മാസം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ 2 മക്കളുണ്ട്, ആൺമക്കൾ. അവർ എന്നെ സമീപിക്കുകയും അച്ഛൻ ലാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന സിനിമയാണ്, അത് ഞങ്ങൾക്ക് പൂർത്തിയാക്കണം എന്ന് പറഞ്ഞ് ഇവർ വന്നു. അപ്പോൾ ഇവർ പറഞ്ഞ കാര്യം വെച്ചാൽ അച്ഛൻ പക്ഷെ അദ്ദേഹം എന്നോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇവർ മക്കൾ വന്നിട്ട് പറഞ്ഞ് അച്ഛനൊരു തമിഴ് സിനിമയുടെ റൈറ്റ്സ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അത് മലയാളത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അത് റീമേക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ജോൺ പോളും ഉണ്ട്. ഞങ്ങൾ ആ സിനിമ കണ്ടു നോക്കിയപ്പോൾ അത് ഒരു ടിപ്പിക്കൽ തമിഴ് സിനിമയാണ്. അപ്പോൾ അത് മലയാളത്തിലേക്ക് ആക്കുമ്പോൾ ഒരുപാട് പ്രശ്നമുണ്ട്. അപ്പോൾ ഞങ്ങൾ അവരോട് പറഞ്ഞു അതങ്ങനെ റീമേക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷെ അതിലെ പോലെ ഒരു ക്യാരക്ടർ നമുക്ക് വേണമെങ്കിൽ വർക്ക് ചെയ്യാം. അയാൾ പിന്നെ അവസാനം റിപ്പൻറ്റ് ചെയ്യുന്നതൊക്കെ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. ആ സിനിമയിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു റൗഡിയാണ് അതിൽ, അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ നമുക്കതിൻ്റെ വേറെ കുറച്ചൊരു പോളിഷ്ഡ് വേർഷൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്. അതുകൊണ്ടാണ് മോഹൻലാലിൻ്റെ ഒരു നെഗറ്റീവ് ക്യാരക്ടർ എന്നുള്ളൊരു ചിന്തയിലേക്ക് ക്യാരക്ടർ വരികയും പിന്നെ അങ്ങനെ ഒരു കഥ ഉണ്ടായി വരും. പിന്നെ ആ സമയത്ത് തന്നെ ജോൺ പോൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടന്നൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വലിയ പണക്കാരൻ്റെ മകൻ എന്നെ സംഭവിച്ച ഒരു ദുരന്തം ഉണ്ടായിരുന്നു. അത് ആ സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ അതാണ് സംഭവം. ഇയാൾ കല്യാണം കഴിച്ചപ്പോൾ ഇയാളുടെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് ലിസിയുടെ ക്യാരക്ടർ ഫ്രണ്ട്സ് വിശ്വസിക്കില്ല ഭാര്യയാണെന്ന്, ഫ്രണ്ട്സ് റേപ്പ് ചെയ്ത ഒരു സംഭവം ഉണ്ടല്ലോ, അത് റിയൽ ലൈഫിൽ ഉണ്ടായതാണ്. ഒരു ഇൻസിഡന്റ് ആണ്, ആ കാലത്ത് ഉണ്ടായ ഒരു സംഭവമാണ്. കേരളത്തിൽ ഈ ഇൻസിഡന്റ് നടക്കുന്ന കേരളത്തിലായിരുന്നില്ല, പക്ഷെ മലയാളിയായിട്ടുള്ള അയാൾ കല്യാണം കഴിച്ച മലയാളി പെൺകുട്ടി തന്നെയാണ്. പക്ഷെ അവർ നോർത്ത് ഇന്ത്യയിൽ പോയി, ഇയാൾ നോർത്ത് ഇന്ത്യയിലാണ് പഠിച്ചേക്കാം. അപ്പോൾ അവിടെ എന്തോ
അവരുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് എപ്പോഴും ഇങ്ങനെ കറങ്ങി അടിച്ച് വെള്ളമടിച്ച് വെള്ളമടിച്ചിട്ടൊക്കെ നടക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം. അതിനുശേഷം കല്യാണം കഴിച്ചപ്പോഴും ഫ്രണ്ട്സ് വന്നിട്ട് ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് വിശ്വസിച്ചില്ല. അവർ നിന്നെ നമുക്ക് അറിഞ്ഞൂടെ എന്നുള്ളത് അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അങ്ങനെ ഭാര്യയെ കയറി പിടിക്കുകയും റേപ്പ് ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷെ അതിൽ നിന്ന് പെണ്ണ് രക്ഷപ്പെട്ടു, റിയൽ ലൈഫിൽ രക്ഷപ്പെട്ടു പോകുന്നു. പക്ഷെ അതുണ്ടാക്കിയ ഷോക്ക് ഇയാൾക്ക് ഭയങ്കര ഷോക്കായിരുന്നു. അയാൾ പിന്നീട് അതൊക്കെ നിർത്തി അങ്ങനെ മാന്യനായിട്ട് ജീവിക്കാൻ ശ്രമിച്ചു. അത് തന്നെയാണ് നമ്മുടെ ക്യാരക്ടറും. അപ്പം അങ്ങനെ രണ്ട് ഇതിൽ നിന്നാണ് ഈ സിനിമയിലേക്ക് വരുന്നത്, നമ്മൾ മെഴുതിരിപ്പോളിലേക്ക് വരുന്നത്. ജോൺ പോളാണ് തിരക്കഥ എഴുതിയത്. മോഹൻലാൽ വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത്രയും നെഗറ്റീവ് ക്യാരക്ടർ മോഹൻലാൽ എന്ത് മനോഹരമായിട്ട് ചെയ്തെന്നുള്ളതാണ്. പക്ഷെ അത് അത്ര അങ്ങോട്ട് ഗ്ലോറിഫൈ ചെയ്യപ്പെട്ടില്ല. കാരണം സിനിമ അത്ര അതാലോചിച്ചത്. ഇപ്പൊ ജയരാജ് എന്ന് പറഞ്ഞ ആ ഒരു കഥാപാത്രത്തിന് ഇപ്പോഴും പറയുമ്പോഴും ഈ റിച്ചാർഡ് എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് ആരും അങ്ങനെ പരാമർശിച്ച് കാണാറില്ല. സംഭവം കൂടി ഉണ്ട്. അതാണ് ഇപ്പൊ ചിലർ പറയുന്നുണ്ട് ഇതിന് ശേഷമാണ് തൂവാനത്തുമ്പികൾ വരുന്നത്. മെഴുതിരിപ്പോളിന് ശേഷമാണ് തൂവാനത്തുമ്പികളിലെ ജയകൃഷ്ണൻ ഭയങ്കരമായിട്ട് ആഘോഷിച്ചു. ജയകൃഷ്ണന്റെ പോലെ തന്നെയാണ് റിച്ചാർഡും ഏകദേശം അല്ലേ. റിച്ചാർഡിന്റെ കുറച്ചുകൂടി പോളിഷ്ഡ് വെർഷനാണ് ജയകൃഷ്ണൻ. അപ്പോൾ പക്ഷെ ജയകൃഷ്ണൻ ആഘോഷിക്കുകയും റിച്ചാർഡിനെ അങ്ങനെ നമസ്കരിക്കുകയും ചെയ്തു. അതിന് കാരണം എന്താണെന്ന് അറിയില്ല, പടം അങ്ങനെ ഇതാവാത്തതുകൊണ്ടായിരിക്കാം. അല്ല അത് കുഴപ്പമില്ല. പക്ഷെ മോഹൻലാൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആ സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലാൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ. പിന്നെ നെടുമുടി വേണു, ഉർവശി, ലിസി, തിലകൻ ചേട്ടൻ, ഇന്നസെന്റ്, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ ഉള്ളൊരു വലിയൊരു പ്രോജക്റ്റായിട്ടാണ് ഞാൻ തുടങ്ങിയത്. പിന്നെ ഈ പറഞ്ഞ എൻ്റെ മേക്കിങ്ങിന്റെ ഡിഫറൻസിനെ കുറിച്ചൊക്കെ അന്ന് തന്നെ എല്ലാവരും സംസാരിക്കുകയും സെൻട്രൽ പിക്ചേഴ്സും അവരായിരുന്നു ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. അവരൊക്കെ അതെ കോട്ടയത്ത് തന്നെ വേറെ ചില സ്ഥലങ്ങളിലേക്കാണ് ഷൂട്ട് ചെയ്തതൊക്കെ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ സിനിമ സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോഹൻലാൽ ആദ്യത്തെ സിനിമ ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മെഴുതിരിപ്പോളിൽ ഡബ്ബിംഗ് തിയേറ്ററിൽ വെച്ചിട്ടാണ് എന്നോട് പറഞ്ഞത്, ഞാനൊരു കമ്പനി തുടങ്ങിയിട്ടുണ്ട് ചിയേഴ്സ് എന്ന് പറഞ്ഞിട്ട്, കൊച്ചുമോനും സെഞ്ചുറി ഫിലിംസിന്റെ കൊച്ചുവനും ചേർന്നിട്ടുള്ളത്. ഞങ്ങളുടെ ഒരു സിനിമ ചെയ്യാൻ പറ്റുമെന്ന് എന്നോട് ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ അല്ല, ഞാൻ ശരിക്കും വണ്ടറടിച്ചു. കാരണം എൻ്റെ ആദ്യത്തെ സിനിമ റിലീസ് ചെയ്തിട്ടില്ല. അപ്പോൾ അടുത്ത സിനിമയുടെ ഓഫർ വരികയാണ് എനിക്ക്. അത് ജോൺ പോൾ തന്നെയായിരുന്നു. അതാണ് ഉണ്ണികളെ ഒരു കഥ പറയാം. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു സംഭവം ഉണ്ടാവുകയാണ്. കാരണം വെച്ചാൽ ആദ്യത്തെ പടം റിലീസ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് രണ്ടാമത്തെ പടത്തിന്റെ ഓഫർ കിട്ടിയെന്നുള്ളതാണ്. അത് മോഹൻലാലിന്റെ അടുത്ത് അദ്ദേഹം തന്നെ പ്രൊഡ്യൂസ് ചെയ്തൊരു സിനിമയിൽ. അങ്ങനെ ഒരു വലിയൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ആ സിനിമ ആ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പിന്നീട് എല്ലാവരും പറയുമ്പോൾ ഉണ്ണികളെയും കാക്കോത്തിക്കാവിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ മെഴുതിരിപ്പോളിനെ മറന്നുപോയിരുന്നു. പക്ഷെ എനിക്ക് ഇപ്പോഴും ഇടക്കാലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാനത് വളരെ പണ്ടാണ് കണ്ടത്. പിന്നെ കാണുന്നത് ഈ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ യൂട്യൂബിൽ വെറുതെ സെർച്ച് ചെയ്ത് നോക്കി മനഃപൂർവ്വം എടുത്ത് കണ്ടതാ. ഇങ്ങനെ ഒരു സിനിമ ഉണ്ടല്ലോ, ഞാൻ പണ്ട് കണ്ടതാണ്. അത് ചാനലുകളിലൊന്നും വരാറില്ല. ആ സമയത്ത് വന്നിട്ടുണ്ട്. പിന്നെ ആ സമയത്ത് വെച്ചാൽ ഈ ചാനലിൽ ഇല്ല തുടങ്ങിയ സമയത്തൊക്കെ വന്നു. പിന്നീട് അങ്ങനെ ഒരു റിപ്പീറ്റഡ് വാച്ചിന് പറ്റുന്ന സിനിമ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒന്നും. പക്ഷെ അതൊന്ന് എന്താ പറയാ, ഒരു ഗൗരവമായിട്ട് സിനിമ കാണുന്നവർക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ, പ്രത്യേക ഒരു ലൊക്കേഷൻ, പ്രത്യേക കഥാപാത്രങ്ങള്. അപ്പൊ അങ്ങനെ ഒരു വേറിട്ടൊരു സിനിമയാണ് തികച്ചും. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് വളരെ വിപ്ലവാത്മകമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു. ഫസ്റ്റ് ചിത്രം തന്നെ ഇങ്ങനൊരു രീതിയിൽ എടുക്കണം എന്നുള്ളത്, ട്രെൻഡിനനുസരിച്ച് പോവാതെ. അപ്പോ ഇപ്പൊ ഈ ഇതിലത്തെ റിച്ചാർഡ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന് തന്നെ നമുക്ക് തുടങ്ങിയാല് ഈ യൗവനം എന്നുള്ളൊരു കാലഘട്ടം, അതായത് താങ്കളുടെ പല സിനിമകളിൽ ഈ യൗവനത്തെ പല രീതിയിൽ അവതരിപ്പിക്കാറുണ്ട്. ഇപ്പൊ ശുഭയാത്രയില് ഒരു താമസ സ്ഥലം കിട്ടാണ്ട് ഇവര് കിടന്ന് പാടുപെടുന്ന, അത് നമുക്ക് ശരിക്കും അതിനോട് എഴുകിച്ചേരാൻ പറ്റും. ഇവർക്ക് എങ്ങനെയെങ്കിലും ഒരു വീട് കിട്ടിയാൽ മതി എന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുക അതില്. അങ്ങനെ ഇപ്പൊ പാവം രാജകുമാരൻ, പല ചെറുപ്പക്കാരുണ്ട് അതില്. അങ്ങനെ യൗവനം തന്നെ പല രീതിയിൽ, അതെ തൊഴിലില്ലായ്മ, പ്രണയപരാജയം, കുടുംബത്തിൽ നിന്നുള്ള പ്രാരാബ്ദങ്ങള്, പ്രശ്നങ്ങള്, ഉത്തരവാദിത്തങ്ങള്, അങ്ങനെ പല രീതിയിലുള്ള യൗവനങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ യുവാക്കളുടെ ഇത്തരം വിഹ്വലതകൾ നിറഞ്ഞൊരു പ്രശ്നങ്ങള് അതിങ്ങനെ അവതരിപ്പിക്കാനുള്ള ഒരു ഇതെന്തെങ്കിലും മനഃപൂർവ്വമായിട്ട് അങ്ങനെ ചെയ്യാറുണ്ടോ? അല്ല, നമ്മളിപ്പോൾ ഏത് കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, ഏത് കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ കലാപ്രവർത്തനം നടത്തുന്നത്, അതിനൊക്കെ സ്വാധീനിക്കും. ഇപ്പം ഞങ്ങളുടെയൊക്കെ സിനിമകൾ ഞങ്ങൾ തുടങ്ങിയ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിനെ സംബന്ധിച്ചോളം ചെറുപ്പക്കാർ ഭയങ്കര അരക്ഷിതമായ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നൊരു കാലമാണ്. നമുക്കറിയാം തൊഴിലില്ലായ്മ ഒരു വലിയ പ്രശ്നമാണ്. പഠിക്കുന്ന കൺവെൻഷണൽ കോഴ്സസ് ആണല്ലോ അന്ന് പഠിക്കുന്നത്. ഈ കൺവെൻഷണൽ കോഴ്സ് ഇപ്പോൾ BSc ഒക്കെ പഠിച്ചിട്ട് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ വലിയ പാഠമാണ്. കാരണം കേരളത്തിൽ അങ്ങനെ തൊഴിൽ കിട്ടാൻ വലിയ പഴയ മാതിരി അന്ന് സർക്കാർ സർവീസിലേക്ക് കയറാമെന്നുള്ളതാണ്. അത് അത്ര ഈസി ആയിട്ട് കിട്ടില്ല. PSc ഒക്കെ എഴുതി ഇങ്ങനെ. അപ്പോൾ തൊഴിലില്ലായ്മ ഒരു വലിയ സംഭവമാണ്. ആ കാലഘട്ടത്തിലാണ് ഈ ഗൾഫിൻ്റെ ഭൂമി തുടങ്ങുന്നത്. ഗൾഫിലേക്ക് ചെറുപ്പക്കാർ പോകുന്നു. അവിടെ കുറച്ചും കൂടി ഏത് ജോലി ചെയ്യാനായിട്ട് ആൾക്കാർ തന്നെ. അപ്പോൾ ഇത്തരം ചെറുപ്പക്കാരുടെ ഈ ജീവിത പരിസരത്ത് നിന്നുകൊണ്ടാണ് അന്നൊക്കെ കഥകൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവരുടെ മോഹത്തെക്കാളും മോഹഭംഗങ്ങളും പ്രണയത്തെക്കാളും പ്രണയഭംഗങ്ങളും ഒക്കെയാണ് അന്ന് കൂടുതലുണ്ടായത്. പ്രണയമൊക്കെ സക്സസ് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് വലിയ മനസ്സിൽ കൊണ്ടു കിടക്കുന്ന പ്രണയമാണ്. ആൺകുട്ടിയുടെ ആയാലും പെൺകുട്ടിയുടെ ആയാലും അത് സക്സസ് ആവുന്ന വളരെ ഇതാണ്.
പക്ഷെ അതൊരു വിങ്ങലായിട്ട് കുറേ കാലം കൊണ്ടുവരണം. ഇന്നത്തെ മാതിരി തേച്ചു പോവുക അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു പ്രേമം കഴിഞ്ഞ് അടുത്ത ദിവസം വേറൊരു പ്രേമം എന്നുള്ളൊരു പരിപാടി അന്നില്ലല്ലോ. ഒരു പ്രേമം ഒരു ചെറുപ്പക്കാരനെ ഒരു പെൺകുട്ടി സ്നേഹിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അയാളെ കുറിച്ച് തിരിച്ചും അങ്ങനെയുള്ളൊരു ചിന്തകളിൽ നിന്നാണ് ചെറുപ്പക്കാരുടെയൊക്കെ കഥകളിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിൻ്റെ തമാശകളും കാര്യങ്ങളും. പിന്നെ മൊബൈലൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പുള്ളൊരു കാലമായതുകൊണ്ട് തന്നെയാണ് ആ കഥകൾക്കൊക്കെ അന്നത്തെ കാലത്തുള്ള പ്രസക്തി. ഇപ്പോൾ പാവം രാജകുമാരൻ്റെ കാര്യം പറഞ്ഞു, കത്തെഴുതുക, പ്രണയലേഖനങ്ങൾ എഴുതുക എന്ന് പറയുന്നത് അതാണല്ലോ അന്നത്തെ ഏറ്റവും വലിയൊരു കൗതുകവും ഏറ്റവും കൂടുതൽ പിടിക്കപ്പെടുക അല്ലെങ്കിൽ അതിൻ്റെ തമാശകളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലത്താണ് ഈ പാവം രാജകുമാരൻ എന്നുള്ള സിനിമ ഉണ്ടാവുന്നത്. അത് പല ചെറുപ്പക്കാർക്കും അന്നുണ്ടായിട്ടുള്ള അനുഭവങ്ങളും കൂടിയാണ് അങ്ങനത്തെ. ഈ പാരലൽ കോളേജ് അധ്യാപനം, ഈ പഠിപ്പ് കഴിഞ്ഞിട്ട് സ്ഥിരം ഒരു ജോലിയിലേക്ക് കടക്കുന്നതിനുള്ള ഇടയിലുള്ള ഈ പാരലൽ കോളേജ് അധ്യാപനം ഉണ്ട് അന്നത്തെ കാലത്ത്. അപ്പൊ അവര് ഒരുമിച്ച് താമസിക്കുക, അതിൽ വളരെ പിശുക്കനായിട്ടുള്ള മറ്റു ഫ്രണ്ട്സിന്റെ കൂടെ കൂടാൻ പറ്റാത്ത ഒരു ശ്രീനിവാസന്റെ ക്യാരക്ടർ, ഇങ്ങനെയൊക്കെ മറ്റവരെല്ലാവരും കുറച്ച് അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന. അപ്പൊ അങ്ങനത്തെ കഥക്ക് അന്നത്തെ ഒരുപാട് പല സിനിമകളിലും നമ്മളത് കാണാമല്ലോ. ഇപ്പൊ ശ്രീനിവാസൻ സത്യനന്ദിക്കാരുടെ സിനിമകളിലൊക്കെ നമ്മൾ അത്തരം തൊഴിലില്ലായ്മയൊക്കെ വരുന്നതിന് കാരണം അതാണ്. ഇപ്പം ശുഭയാത്രയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം അത് സത്യത്തിൽ അത്ര പരിചിതമല്ലാത്തൊരു സംഭവമാണ്. അത് PR നാഥിൻ്റെ ഒരു ചെറുകഥയായിരുന്നു, പാണിഗ്രഹണം എന്നാണ് കഥയുടെ പേര്. ആ ചെറുകഥ വായിച്ചു കഴിഞ്ഞപ്പോൾ അതിലൊരു സിനിമ ഉണ്ട് നോക്കി ഞാൻ അദ്ദേഹത്തെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടാണ്. അതിൻ്റെ അകത്ത് ഈ നമ്പർ ലോക്ക് മറന്നുപോയി ഭാര്യയും ഭർത്താവും കൂടി താമസിക്കാനായിട്ട്, അതിലങ്ങനെയാണല്ലോ, റൂം കിട്ടാണ്ട് കഷ്ടപ്പെട്ടിട്ട് അവസാനം ഇന്നസെന്റിന്റെ ക്യാരക്ടർ അദ്ദേഹത്തിന്റെ വീട്ടിൽ അപ്പോൾ ഫോണിൽ കൂടി നമ്പർ പറഞ്ഞു കൊടുക്കണം. അന്ന് മൊബൈൽ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ വാട്സാപ്പ് അയക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്പർ ഫോണിൽ കൂടി പറഞ്ഞു. പിന്നെ അദ്ദേഹത്തെ ഫോണിലൊന്നും കിട്ടില്ല, അദ്ദേഹം യാത്ര പോകുമായിരുന്നു. അപ്പോൾ അത് നമ്പർ മറന്നുപോയി. ആ കഥയുടെ എൻ്റെ അതായിരുന്നു. അതാണ് അതിൻ്റെ ബ്യൂട്ടിയും ശരിക്കും പറഞ്ഞെങ്കിൽ. ചെറുകഥയുടെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചതാണ്. അവിടെ പടം കഥ അവസാനിക്കുകയാണ്. പക്ഷെ നമുക്ക് സിനിമ വന്നു കഴിഞ്ഞപ്പോൾ ലെങ്ത് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അത് മാത്രമായിട്ട് പറ്റില്ല. അതാണ് പിന്നീട് അവർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അന്നത്തെ ബോംബെയിലെ ഈ ഗുണ്ട സംഘങ്ങളുടെയൊക്കെ പ്രശ്നങ്ങളിൽ ഇവർ പെട്ടുപോകണൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ അതൊരു കൗതുകമായിട്ട് എനിക്ക് അത് വായിച്ചപ്പോൾ ഉണ്ടായതാണ് ഞങ്ങൾ ഈ ബോംബെയിൽ വെച്ചിട്ട് അങ്ങനെ ഒരു സിനിമ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ ഓരോന്നിനാണല്ലോ ഓരോന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ആ കാലഘട്ടത്തിൻ്റെ ഒരു ജീവിത സാഹചര്യത്തിൽ നിന്ന് ഓരോ കഥകൾ ഉണ്ടായി വരികയാണ്. ഇപ്പോ ഈ 80കളുടെ ഒരു കാലം എന്നൊക്കെ പറഞ്ഞാൽ എത്ര നല്ല സിനിമകൾ ഇറങ്ങിയിരിക്കുന്നല്ലേ. അപ്പൊ താങ്കളടക്കമുള്ള ഒരുപാട് സംവിധായകർ ഏറ്റവും വർണ്ണാഭമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് അത്. ഇപ്പൊ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളൊക്കെ ഇപ്പോഴും ഇന്നും ചാനലിൽ വന്നാൽ ഉറപ്പായിട്ട് അത് കണ്ടിരിക്കും. റിപ്പീറ്റ് വാല്യൂ സിനിമ എന്നൊക്കെ പറയാം. ഇപ്പോഴും അതിലെ തമാശകൾ, ജഗതിയുടെ തമാശകളൊക്കെ ഇപ്പോഴും ആഘോഷിക്കപ്പെടുന്നുണ്ട്. അന്നത്തെ പലരും മൺമറഞ്ഞു പോയി. നമുക്ക് സിനിമകൾ കാണുമ്പോൾ സത്യത്തിൽ ഒരു സങ്കടം കൂടെ തോന്നുന്നുണ്ട്. ഈ ഒരു ആഘോഷത്തിന്റെ ഒപ്പം തന്നെ ഒരു സങ്കടം കൂടെ തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഒരു അനുഭവങ്ങളെ കുറിച്ച് പറയാമോ? ഈ മൺമറഞ്ഞു പോയ താരങ്ങൾ, അന്നത്തെ ആ ചലച്ചിത്ര ലോകത്തിന് ഏറ്റവും നിറം കൊടുത്തിരുന്നത് അവരാണ്. എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഓരോ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണല്ലോ. നമുക്കറിയാം, അതിനു മുമ്പ് സത്യൻ പ്രേംനസീർ കാലഘട്ടത്തിൽ ഒരുപാട് പേര്, അടൂർ ബഹാദൂർ, SP പിള്ള, അങ്ങനെയൊക്കെ വലിയ വലിയ കലാകാരന്മാരുണ്ടായിരുന്നു. കൊട്ടാരക്കര, കൃഷി ചേട്ടനൊക്കെ, അവരൊക്കെ മൺമറഞ്ഞു പോയിട്ട് ഒരു ജനറേഷനാണ് ഞങ്ങളുടെ വരുന്നത്. ഞങ്ങൾ ഏകദേശം ഒരേ സമയത്താണ് ഇപ്പോൾ ഈ ഒരുപാട് ടെക്നീഷ്യൻസ്, സംവിധായകരും ഈ നടീനടന്മാരൊക്കെ വരുന്നത് ഏകദേശം ഒരേ കാലഘട്ടത്തിലാണ്. ഒരേ ജീവിത സാഹചര്യത്തിൽ ഒരു കാലത്ത് വളർന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ബന്ധവും അടുപ്പവും എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടുതൽ പേരും നാടകത്തിൽ നിന്നും അതുപോലെ കലാപ്രവർത്തനങ്ങളിൽ നിന്നും സിനിമയിലേക്ക് വരികയും, സിനിമ അന്നത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, അന്നും നമുക്ക് മുമ്പുള്ള ജനറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കലാപ്രവർത്തനമാണ്. അതുകൊണ്ട് അതൊരു സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഇതല്ല, ഉപജീവന മാർഗമാണ് സിനിമ. എങ്കിൽ പോലും അതിനെ ഉപരിയായിട്ട് നമ്മൾ ഒരു കലാപ്രവർത്തനം. അതുകൊണ്ട് തന്നെയാണ് വലിയ വലിയ ഇത്തരം കലാകാരന്മാരൊന്നും വലിയ പണക്കാരായിട്ടൊന്നുമല്ല മരിച്ചത്. നമുക്കറിയാലോ, അവരുടെ അവസാന കാലങ്ങളൊക്കെ സാമ്പത്തികമായിട്ടൊക്കെ ഒരു ജീവിതത്തിന് ഒരു പ്രയാസങ്ങൾ അനുഭവിച്ചിട്ട് മരിച്ചിട്ടുണ്ടാവുക. പക്ഷെ അവർ ചെയ്തു കൂട്ടിയിട്ടുള്ള കഥാപാത്രങ്ങൾ, അവർ അത്തരം കാര്യങ്ങൾ അവരുടെ ഒപ്പം സഹകരിച്ച് പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെയൊക്കെ ഓർമ്മയിൽ ഏറ്റവും വലിയൊരു സന്തോഷം. അതിലിപ്പോൾ ജഗതി ചേട്ടനെ ഒഴിച്ച് ബാക്കി എല്ലാവരും മരിച്ചുപോയി എന്നുള്ളതാണ്. ഒരു 90% ആൾക്കാർ മരിച്ചുപോയി. നമുക്കറിയാലോ, നമ്മൾ പേരെടുത്ത് പറയണ്ടല്ലോ. ഇപ്പം എനിക്ക് കിട്ടിയ, എനിക്ക് എൻ്റെ തലമുറയുടെ തുടക്കത്തിൽ നമുക്ക് കിട്ടിയുള്ള ഭാഗ്യം എന്ന് ഞാനിപ്പോൾ കൃഷി ചേട്ടൻ എൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. കൊട്ടാരക്കര സാർ ലാസ്റ്റ് അഭിനയിച്ച സിനിമ അദ്ദേഹത്തിന് വെച്ചൊരു സിനിമ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പൊ ആ തലമുറയിലുള്ള ആൾക്കാർ മധുസാർ അഭിനയിച്ചിട്ടുണ്ട്, ചമ്പക്കുളം ചെല്ല അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മധുസാർ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ നസീസാറിന്റെ കൂടെ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അടൂബാസി ബഹദൂറിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അസിസ്റ്റന്റായിട്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലുള്ള ആൾക്കാരുടെ കൂടെയും അതിനുശേഷം വന്ന ഈ പറയുന്ന ഇന്നസെന്റ് തുടങ്ങിയിട്ടുള്ള ശങ്കരാടി ചേട്ടൻ മുതൽ ഉണ്ണികൃഷ്ണൻ, കുതിരോട്ടം, പപ്പു, നമുക്ക് ചിന്നനി പോണെങ്കിൽ നമുക്കറിയാലോ, ശ്രീനിവാസൻ, എല്ലാവരും നമ്മൾ വിട്ടുപോയി. ഇപ്പോൾ അവസാനം സലീം കുമാർ വരെയും പോയി എന്നുള്ളതാണ്. അപ്പോൾ ആ നഷ്ടം വലിയ നഷ്ടം തന്നെയാണ്. പിന്നെ നടികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഫിലോമിന ചേച്ചി
മുതൽ ഇവരൊക്കെ എൻ്റെ പടത്തിൽ അഭിനയിച്ചു. കവിയൂർ പൊന്നമ്മ, ലളിത ചേച്ചി, സുമാരിയമ്മ, ഇവരൊക്കെ ഒരുപാട് സിനിമകളിൽ നമ്മുടെയൊക്കെ അഭിനയിച്ചിട്ടുള്ള. അപ്പോൾ ഇവരൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു ജനറേഷൻ മൊത്തത്തിൽ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അതിൻ്റെ അവസാന കണ്ണികളായിട്ട് ഞങ്ങളെപ്പോലുള്ള കുറച്ച് സംവിധായകരും ടെക്നീഷ്യൻസുമാണ് ഉള്ളിലുള്ളത്. നടന്മാരൊക്കെ വളരെയധികം ഇല്ലാണ്ടായി കഴിഞ്ഞു. ഇപ്പൊ ഈ ഒരു സിനിമ ആലോചിക്കുമ്പോ തന്നെ ഈ ഒരു ശൂന്യത തോന്നാറില്ലേ? സ്വാഭാവികമാണല്ലോ. കാരണം നമ്മൾ ഒരു കഥ ആലോചിക്കുമ്പോൾ നമുക്ക് കൂടെ സഹകരിച്ചിട്ടുള്ള ഒരുപാട് പേരില്ല എന്നുള്ള. പക്ഷെ നമ്മൾ കാലം മാറിയ സിനിമകൾ, പുതിയ കാലത്തെ സിനിമകൾ ആലോചിക്കുമ്പോൾ പുതിയ താരങ്ങൾ, പുതിയ കഴിവുള്ള ഒരുപാട് പേര് ഉണ്ടല്ലോ, ഇപ്പോഴും ഉണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ കാലഘട്ടത്തിൽ അതിൻ്റെ ശൈലിയിലുള്ള നടിതരന്മാരുണ്ടാവും, അവരുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് സിനിമ വളർന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതിനോടൊപ്പം നമ്മൾ കൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ താങ്കളെ പോലെ പ്രണയത്തിന്റെ പല രൂപഭാവങ്ങൾ അവതരിപ്പിച്ച മറ്റൊരു സംവിധായകൻ വളരെ ചുരുക്കമായിരിക്കും. ഞാനിപ്പോ മലയാള സിനിമയുടെ ഇക്കാലം, ഇത്രയും കാലം എടുത്തു നോക്കുമ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് പ്രണയത്തെ ഏതൊക്കെ രീതിയിൽ അവതരിപ്പിക്കാമോ ആ രീതിയിലൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലേ. ഇപ്പോ ഉണ്ണികളെ ഒരു കഥ പറയാം, അതിൽ എബി ആനി കഥാപാത്രങ്ങളുടെ ഒരു പ്രണയമുണ്ട്. അവിടെ കുട്ടികളാണ് പ്രധാനം വെച്ചാലും അതിന് പാരലായിട്ട് നല്ലൊരു പ്രണയകഥയുണ്ട്. അതുപോലെ തന്നെ ഈ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളിലെ ശിവശങ്കരനും കുഞ്ഞുലക്ഷ്മി വളരെ നാടൻ പ്രണയമാണ്. വൈകിട്ടാണ് പ്രണയം തുടങ്ങുന്നതെങ്കിൽ പോലും. പിന്നെ വിഷ്ണു ലോകത്തില് ശംഭു സാവിത്രി വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ളൊരു പ്രണയം. പിന്നെ ഗസലില് മുനീർ, അതുപോലെ തന്നെ സെറീന വളരെ ദുരന്തമായിട്ടുള്ളൊരു പ്രണയമാണ്. മേഘമൽഹാറിലെത്തുമ്പോൾ വിവാഹ ഒരു ബന്ധം എന്നുള്ള നിലയ്ക്ക് പറയാവുന്ന ഒരു പ്രണയം. രാജീവൻ നന്ദിത അല്ലേ. അതുപോലെ ഈ പുഴയും കടന്ന് ഗോപി അഞ്ജലി, അത് വേറൊരു തരത്തിലുള്ള ഒരു കുറച്ച് ഹാസ്യം കൂടെ ചേർന്നിട്ടുള്ളൊരു ഇതാണ്. കൃഷ്ണകുടിയിലൊരു പ്രണയകാലത്ത് എത്തുമ്പോൾ അത് വല്ലാതെ ഭയങ്കര വർണ്ണാഭമായിട്ടുള്ള ഒരു പ്രണയമാണ് അല്ലേ. അതെ അതെ, വല്ലാത്തൊരു റൊമാൻറ്റിക് പശ്ചാത്തലത്തിലുള്ളൊരു പ്രണയമാണ്. അപ്പോൾ അങ്ങനെ വന്ന് നമ്മൾ നിറം എന്നീ സിനിമകളുടെ ന്യൂജൻ സിനിമകൾ എന്ന് പറയാം, അതിലേക്കൊക്കെ എത്തുമ്പോൾ പ്രണയം വേറൊരു രീതിയിലാണ്, ഇടാപോട രീതിയിലുള്ളൊരു പ്രണയമാണ്. അപ്പൊ ഈ പ്രണയാവിഷ്കാരങ്ങളെ കുറിച്ചിട്ടൊന്ന് പറയാമോ? സത്യത്തിൽ നമ്മൾ മലയാള സിനിമയുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാലത്തും പ്രണയമുള്ള സിനിമകൾ തന്നെയാണ് കാലത്ത് അതിജീവിച്ച് നിന്നിട്ടുള്ളത്. അതിനെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യബന്ധങ്ങളുടെ കഥ പറയുക എന്നുള്ളതാണ്. മനുഷ്യബന്ധങ്ങളിൽ പ്രണയം ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു ഘടകമാണ്. അത് ഏത് രീതിയിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. അപ്പോൾ ആദ്യകാലത്തെ പ്രണയം നമുക്കറിയാം, ഈ പ്രേംനസീർ ഷീല കാലത്തൊക്കെ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു രൂപഭാവങ്ങൾ മാറിയിട്ടാണ് പിന്നീട് വന്നിട്ടുള്ള പ്രണയങ്ങൾ. ഞാൻ സിനിമ ചെയ്യാൻ തുടങ്ങിയ കാലത്ത് തൊട്ട് മുമ്പ് എന്നെ സ്വാധീനിച്ചിട്ടുള്ള ചില സിനിമകൾ പറയുന്നത് ഉൾക്കടൽ എന്ന് പറഞ്ഞിട്ട് KG ജോർജ് സാറിൻ്റെ ഒരു പ്രണയ സിനിമയുണ്ട്, ക്യാമ്പസ് പ്രണയം. അതുപോലെ തന്നെ ചാമരം എന്ന് പറഞ്ഞിട്ട് ഭരതേട്ടൻ്റെ ചില സിനിമകളിൽ, അതെ ഭരതേട്ടൻ്റെ ചില സിനിമകളിലൊക്കെ ഉള്ള പ്രണയം. അതുപോലെ തന്നെ ലിൻഡേന്ദ്രൻ്റെ ഇപ്പോൾ വേനൽ ചില്ല് എന്നൊക്കെ പറഞ്ഞ പടത്തിലൊരു വല്ലാത്തൊരു ഭയങ്കര ഡീപ്പായിട്ടുള്ളൊരു പ്രേമമുണ്ട്. അപ്പോൾ ഇതിലൊക്കെ വർക്ക് ചെയ്തിട്ടൊക്കെ ഉള്ളൊരു ബന്ധവും കൂടിയൊക്കെ ആയിട്ടാണ് നമ്മൾ സിനിമ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് തന്നെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ള ഒരു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള പ്രണയത്തിൻ്റെ പല ഭാവങ്ങളുണ്ടല്ലോ. അപ്പോൾ ഓരോ സിനിമകൾ ആലോചിക്കുമ്പോഴും അത്തരം പ്രണയങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് ഞാൻ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ തന്നെ, ഡിസ്കഷനിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാനത് പറയാറുണ്ട്. അപ്പോൾ അതും അങ്ങനെ ഓരോ സിനിമയിലും ഓരോന്നായിട്ട് സംഭവിച്ചു പോകുന്നതാണ് പിന്നീട് ഉണ്ടാവുന്നത്. ഇപ്പോൾ ഒരു ഗ്രാമഫോണിലുണ്ട് അതുപോലെ ഒരു പ്രണയം. രണ്ട് തരമുണ്ട്. ഒന്ന് മുരളി രേവതിയായിട്ടുള്ളൊരു പഴയ കാലത്തുണ്ട്, അതിന്റെ ഓർമ്മകളിലാണ് അവർ ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെ പല സിനിമകളിലും പല രീതിയിൽ സൈഡായിട്ട് കുറെ പ്രണയങ്ങൾ നമ്മൾ പല സിനിമകളിലും പറഞ്ഞു പോയിട്ടുണ്ട്. പ്രധാന കഥയിൽ നിന്ന് മാറിയിട്ടുള്ള പ്രണയങ്ങളുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം അതിന് മറ്റൊരു എന്താ പറയുക പ്രായോഗികമായൊരു വശം കൂടി ഉണ്ടായിരുന്നു. അതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ സിനിമകൾ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ഒരു തിരക്കഥാകൃത്ത് സ്ഥിരമായിട്ടൊരു പാർട്ട്ണർ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ സത്യനന്ദിക്കാട് ശ്രീനിവാസൻ, സിബി മലയിൽ ലോഹിതദാസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവരുടെ ഒരു ബ്രാൻഡും അവരുടെ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നു. ഞാൻ പല തിരക്കഥാകൃത്തുക്കളുടെ കൂടെയാണ് സിനിമ ചെയ്തത്. അപ്പോൾ രഞ്ജിത്ത് ചെയ്തിട്ടുണ്ട്, ശ്രീനിവാസൻ ചെയ്തിട്ടുണ്ട്, രസാഖ്, അങ്ങനെ എല്ലാവരും കുറേ പേരുണ്ടല്ലോ, ആദ്യം ജോൺ പോൾ. അപ്പോൾ അങ്ങനെ ഇവരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് സ്ഥിരമായിട്ടൊരു ഇതില്ലാത്തതുകൊണ്ട് അപ്പോൾ എനിക്കൊരു ബ്രാൻഡില്ല. അതുകൊണ്ട് എനിക്ക് പിൽക്കാലത്ത് വലിയ ഗുണം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പല ജോണറിലുള്ള സിനിമകൾ ചെയ്തു, ഒരേ ടൈപ്പ് സിനിമ ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ പല ടൈപ്പ് സിനിമകൾ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു എൻ്റേതായ ഒരു സിനിമയുടെ ഒരു പ്രതലം എന്താണെന്നുള്ള ആലോചിക്കും. പക്ക കോമഡി സിനിമകളല്ല ഞാൻ ചെയ്യുന്നത്. വളരെ ദുരന്തമുള്ള, ഇപ്പോൾ സിബി ലോഹിദാസിൻ്റെയൊക്കെ പടങ്ങളിലുള്ള അത്ര ഡീപ്പായിട്ടുള്ള അങ്ങനെ ഇതായിട്ടുള്ള ദുരന്ത സിനിമകളും ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ളൊരു വയാമീഡിയ എന്നുള്ള രീതിയിൽ ഞാൻ ആശ്രയിച്ച ഒരു ടൂളാണ് പ്രണയം.
ആ ടൂളിനെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടേതായ ഒരു ചില സിനിമകൾ, പല കാറ്റഗറിയിലുള്ള സിനിമകൾ വന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഈ പ്രണയത്തെക്കുറിച്ച് തന്നെ പറഞ്ഞു വരുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട് പറയേണ്ടതാണ് ഇപ്പോഴും മലയാളികൾ ആഘോഷിക്കുന്ന താങ്കളുടെ സിനിമകളിലെ പ്രണയഗാനങ്ങൾ. ഇപ്പോഴും പ്രണയത്തിനെ പറ്റി പറയുമ്പോൾ ഒരു കമൽ ചിത്രത്തിലെ ഗാനമെങ്കിലും പരാമർശിക്കാതിരിക്കാറില്ല. പ്രത്യേകിച്ചും കൃഷ്ണകുടിയിലെ ഒരു പ്രണയകാലത്തെ അതൊരു വല്ലാത്ത പ്രതീക്ഷയും എല്ലാം തരുന്ന ഗാനങ്ങളാണ് അതിലെ. അവരെ പ്രണയഗാനങ്ങൾ അത് മനഃപൂർവ്വം ഗാനങ്ങളോടൊക്കെ ഒരു പ്രതിപത്തി ഉള്ളത് കൊണ്ടാണോ? അല്ല, തീർച്ചയായിട്ടും പാട്ടുകളോട് എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ് നേരത്തെ തന്നെ. ഞാൻ സിനിമയിലേക്ക് വരാനുള്ള ഒരു കാരണം തന്നെ ആകാശവാണിയിലെ പാട്ടുകൾ കേട്ടിട്ടുണ്ട്. ആദ്യകാലത്ത് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് അതാണല്ലോ റേഡിയോയിൽ കേൾക്കുന്ന ഈ നിങ്ങൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ, രഞ്ജിനി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ കേട്ടിട്ടാണ് നമ്മുടെയൊക്കെ ബാല്യം ഉണ്ടായിട്ടുള്ളത്. അപ്പം അന്ന് യേശുദാസിൻ്റെയും ജയചന്ദ്രൻ്റെയൊക്കെ സ്വരമാണ്, സുശീലാമ്മ, ജാനകിയമ്മ, അവരെയൊക്കെ ശബ്ദമാണ് നമ്മളെയൊക്കെ ഈ മലയാള സിനിമയോടുള്ള ഒരു പാഷൻ ഉണ്ടാക്കുന്നത്. അതേസമയം ഞാൻ ഹിന്ദി പാട്ടുകളൊക്കെ കേൾക്കാറുണ്ട്. റഫീ സാബിൻ്റെയും കിഷോർ കുമാർ, മന്നാടെ, മുകേഷ്, അങ്ങനെയൊക്കെയുള്ള ഒരു പാട്ടുകളൊക്കെ ഞാൻ ഒരുപാട് ഗസൽസൊക്കെ കേൾക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ഒരു പശ്ചാത്തലം കൂടി എനിക്കുണ്ട്. അപ്പോൾ പാട്ടുകളോട് ഒരു വല്ലാത്തൊരു അഭിനിവേശം ഉണ്ടായിരുന്ന ഒരു കാലത്താണ് ഞാൻ സിനിമയിലേക്ക് വരുന്നതും. അപ്പോൾ ആദ്യം മുതലേ ഞാൻ വർക്ക് ചെയ്ത സിനിമകളിലൊക്കെ തന്നെ, അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത സിനിമകളിലൊക്കെ തന്നെ നല്ല പാട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ അത് പിക്ചറൈസ് ചെയ്യണമൊക്കെ ഞാൻ കൗതുകത്തോട് നോക്കും. അതിൽ നമ്മുടേതായ കോൺട്രിബ്യൂഷൻസ് ഞാൻ സംവിധായകരോട് പറയാറുണ്ട്. അപ്പോൾ അന്ന് ഞാൻ കണ്ടിട്ടുള്ള വെച്ചാൽ പാട്ട് ഏറ്റവും നന്നായിട്ട് പിക്ചറൈസ് ചെയ്യണ 2-3 സംവിധായകർ. അന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒന്ന് വിൻസെൻ്റ് മാഷായിരുന്നു. വിൻസെൻ്റ് മാഷ്, ഭരതേട്ടൻ, PN മേനോൻ സാർ, ഓഫ് കോഴ്സ് സഹമാൻ സാറിൻ്റെ പടത്തിലൊക്കെ ഉണ്ട്. സഹമാൻ സാറിന് വേറെ രീതിയിലാണ് പാട്ടുകൾ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇവരുടെയൊക്കെ പാട്ട് പിക്ചറൈസ് ചെയ്യുന്നത് ഞാൻ ശരിക്കും വാച്ച് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ആ സമയത്താണ് ഈ തമിഴ് സിനിമയിൽ ഇപ്പോൾ ഭാരതിരാജിനെ, ഇപ്പോൾ നമ്മൾ വിട്ടുപോയാണ് ഭാരതിരാജ്, കുറച്ച് ദിവസമായിട്ടുള്ള ഭാരതിരാജിൻ്റെയൊക്കെ സിനിമകളിൽ ഇളയരാജയുടെ ഒരു കാലം ഉണ്ടായിരുന്നല്ലോ തമിഴിൽ. അപ്പോൾ തമിഴ് സിനിമ, ഹിന്ദി സിനിമയിലൊക്കെ വരുന്ന ഈ പാട്ടുകളുടെ പിക്ചറൈസേഷനൊക്കെ ഞാൻ വാച്ച് ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്ക് പാട്ട് ഷൂട്ട് ചെയ്യാൻ ഇഷ്ടമായിരുന്നു ഓരോ സിനിമയിൽ. അപ്പോൾ തന്നെ പാട്ടിൻ്റെ സിറ്റുവേഷൻ സ്ക്രിപ്റ്റിലേക്ക് കയറി വരും. അപ്പോൾ അത് എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സും പറയുന്നത് കമലിൻ്റെ പാട്ടാണെങ്കിൽ എന്തായാലും 3-4 പാട്ടുണ്ടാവും, ഏത് പാട്ടാണെങ്കിലും ഉണ്ടാവും എന്ന് വെച്ചിട്ടാണ് ഇവർ കമ്പോസ് ചെയ്യാൻ വേണ്ടി വരുന്നത് തന്നെ. ഒരു സന്തോഷത്തോടുകൂടിയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ കറക്റ്റ് സിറ്റുവേഷൻ ആയിരിക്കും. ഈ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഞാൻ പാട്ടിൽ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതും പാട്ടുകൾ നന്നാവാനായിട്ട് കാരണമാണ്. പിന്നെ എല്ലാ സിറ്റുവേഷൻസും പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പ്രണയഗാനങ്ങളാണ് കൂടുതൽ. പലതരത്തിലുള്ള പ്രണയഗാനങ്ങൾ എൻ്റെ സിനിമയിൽ വന്നിട്ടുണ്ട്. അത് വളരെ ഉചിതമായിട്ടാണ് അതിൽ എഴുതി ചേർക്കാറുള്ളത്. പാട്ടിന് വേണ്ടി ഒരു പാട്ട് പാട്ടിലല്ല. അപ്പൊ അത് പ്രത്യേകം വളരെ ശ്ലാഘനീയമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എടുത്തു പറയാം. പിന്നെ അതുപോലെ തന്നെ ഈ പ്രേക്ഷകരെ ഉദ്വേഗത്തിൽ നിർത്തുന്ന വൈകാരിക മുഹൂർത്തങ്ങൾ കമൽ ചിത്രങ്ങളിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ മിഴുനീർപ്പൂവുകൾ മുതലെടുത്താല് എല്ലാ സിനിമയിലും അയ്യോ ഇനി എന്താ സംഭവിക്കുക, അല്ലെങ്കിൽ ഇതിങ്ങനെ ശരിയാവോ, ഇനി അവർക്ക് എന്താ സംഭവിക്കുക, പെരുമഴക്കാലം, എല്ലാം അങ്ങനത്തെ ഉദ്വേഗഭരിതമായിട്ടുള്ള മുഹൂർത്തങ്ങളാണ്. അപ്പൊ അത്തരം ചിത്രങ്ങളിലൊക്കെ ഈ പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്താൻ വേണ്ടിയിട്ട് സംവിധായകന്റെ ഒരു കയ്യൊപ്പ് ഏതൊക്കെ തരത്തില് ചെയ്യാറുണ്ട്? ഓരോ സബ്ജക്റ്റിനെ സമീപിക്കുന്നതിനനുസരിച്ചിരിക്കും. അതൊരു മുൻകൂട്ടി നമ്മൾ തീരുമാനിക്കുന്നതും കൂടിയല്ല. പ്രേക്ഷക മനസ്സുകളും കൂടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടണം. സിനിമ എന്ന് പറയുന്നത് നമ്മൾ പ്രേക്ഷകരോടൊപ്പം സഞ്ചരിക്കണമല്ലോ. കാരണം അല്ലെങ്കിൽ സിനിമയോടൊപ്പം പ്രേക്ഷകർ സഞ്ചരിക്കണം. അതാണ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ. പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ സിനിമ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. നമ്മളൊരു സംവിധായകന്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് അല്ലെങ്കിൽ ഒരു തിരക്കഥാകൃത്തിന്റെ ഭാവനയ്ക്ക് അനുസരിച്ച് ഒരു തിരക്കഥ ഉണ്ടാക്കിയ സിനിമ പിക്ചറൈസ് ചെയ്യുമ്പോൾ അതിലേക്ക് പ്രേക്ഷകർ ഇൻവോൾവ് ചെയ്യിക്കണം. ഇൻവോൾവ് ചെയ്യിക്കണമെങ്കിൽ പല രീതിയിൽ ഇൻവോൾവ് ചെയ്യിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഞാൻ കൂടുതൽ ഇമോഷണൽ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇമോഷണലി അവരതിലേക്ക് അടുപ്പിക്കണം. കഥാപാത്രങ്ങളിലേക്കും കഥയുടെ അന്തരീക്ഷത്തിലേക്കും അതുപോലെ തന്നെ സ്ക്രീനിലും എന്താ പറയുക പ്രേക്ഷകർ ഉണ്ടായിരിക്കണം. അവരുടെ കണ്ണുകൾ മനസ്സുമൊക്കെ സ്ക്രീനിൽ ഉണ്ടായിരിക്കണം എന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇമോഷൻസ് ചെയ്യുമ്പോൾ അതിനെ ഡീറ്റെയിൽ ആക്കുക. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ വീർപ്പ് പൊട്ടിക്കുക അല്ലെങ്കിൽ കണ്ണീരണിയിക്കുക എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അതിലൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഒരു ഫിലിം മേക്കറുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണല്ലോ അത് ഏറ്റവും നന്നായിട്ട് അത് ഓഡിയൻസിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിക്കാറുണ്ടല്ലോ. ഇപ്പോൾ താങ്കൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ട് തിരക്കഥ എല്ലാം എഴുതിയിട്ടുണ്ട്. താങ്കളുടെ സ്വന്തം സിനിമകൾക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ട്. ഈ സ്വന്തം സിനിമകൾക്ക് വേണ്ടിയിട്ട് തിരക്കഥ എഴുതുമ്പോൾ അത് കുറച്ചും കൂടെ എന്താ പറയുക, അതൊരു ഗുണകരമായിട്ടുള്ള കാര്യമാണെന്ന് തോന്നിയിട്ടില്ലേ? അതായത് നമ്മളുടെ തന്നെ തിരക്കഥയിൽ നമ്മൾ തന്നെ സംവിധാനം ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു നേരത്തെ തന്നെ അതിന്റെ വിഷ്വലൈസേഷനൊക്കെ ഒരിത്തിരി ഭംഗിയായിട്ട് നടക്കും അല്ലെ? എഴുതുമ്പോൾ തന്നെ ആ ഒരു വിഷ്വലൈസേഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ മറ്റുള്ളവരുടെ തിരക്കഥയിൽ സംവിധാനം ചെയ്യുമ്പോൾ അത് എത്രത്തോളം അത് ചേർന്ന് പോകാറുണ്ട്? ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പല ശൈലികളിലുള്ള ആളുകളാണ്. അപ്പോൾ അത് എത്രത്തോളം ചേർന്ന് പോകാറുണ്ട്? അതുപോലെ സ്വന്തം തിരക്കഥകളെ പറ്റി കൂടി ഒന്ന് പറയും. അതായത് ഞാനിപ്പോൾ പല തിരക്കഥാകൃത്തുക്കളുടെ കൂടെ സിനിമ ചെയ്യുമ്പോഴും ഇപ്പോൾ ആദ്യം ജോൺ പൊള്ളി എന്നാണല്ലോ തുടങ്ങിയത്. അപ്പം ഞാൻ സ്വന്തമായിട്ട് കഥ എഴുതിയിട്ടുണ്ട്, തിരക്കഥ എഴുതിയിട്ടുണ്ട്, അസിസ്റ്റൻ്റായിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോഴും. പക്ഷേ
സ്വന്തം സിനിമകൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആദ്യകാലത്തൊന്നും ഞാൻ എഴുതിയിട്ടില്ല തിരക്കഥ. മറ്റുള്ളവരുടെ തിരക്കഥയിൽ ഞാൻ സിനിമ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം മുതലേ തന്നെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തിരക്കഥാകൃത്തിൻ്റെ കൂടെ ഒരുമിച്ചിരിക്കുക എന്നുള്ളതാണ്. അവരും അത് ആഗ്രഹിക്കുകയും അവരത് ഇൻസിസ്റ്റ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. ഒരുമിച്ചിരുന്നിട്ട് ഡിസ്കസ് ചെയ്ത് ഒരു കഥയിൽ ലാൻഡ് ചെയ്ത് ഒരു വൺ ലൈൻ എന്ന് പറയും നമ്മൾ, ഒരു തിരക്കഥാ രൂപത്തിലേക്ക് ലാൻഡ് ചെയ്തതിന് ശേഷം പിന്നെ അവർ എഴുതുകയാണ് ചെയ്യുക. ആ എഴുതി കൊണ്ടുവന്നതിന് ശേഷവും ഡിസ്കസ് ചെയ്തിട്ട് അതിൽ വേണ്ട മാറ്റങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കേണ്ടതുണ്ടോ അത് സംവിധായകൻ്റെയും കൂടിയും അഭിരുചിക്ക് അനുസരിച്ച് അതിൽ ചേർത്തിട്ടാണ് നമ്മൾ ഷൂട്ടിങ്ങിന് വരുന്നത്. ഷൂട്ടിങ്ങിന് വരുമ്പോൾ ഓഫ് കോഴ്സ് ഇംപ്രവൈസേഷൻ ഉണ്ടാവും. അത് തിരക്കഥാകൃത്തിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ സംവിധായകൻ്റെ ഭാഗത്തുനിന്നോ മാത്രമല്ല ആർട്ടിസ്റ്റിൻ്റെ ഭാഗത്തുനിന്നും ഉള്ള ചില താല്പര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ ഒരു ഇങ്ങനെയൊക്കെയാണ് നന്നായിരിക്കില്ല. ഇപ്പോൾ കോമഡി സിനിമകളൊക്കെ എടുക്കുമ്പോൾ പ്രത്യേകിച്ചും കോമഡി സീനുകളിലൊക്കെ കോൺട്രിബ്യൂഷൻസ് ഭയങ്കരമായിട്ട് ആർട്ടിസ്റ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അപ്പോൾ അതെല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മളൊരു സിനിമയിൽ മൊത്തത്തിൽ തിരക്കഥ ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് വേറൊരു തലത്തിൽ നിന്നുകൊണ്ടാണ് ചിന്തിക്കുന്നത്. പൂർണ്ണമായും നമ്മുടേതെന്ന് പറഞ്ഞിട്ട് പിടിവാശി പിടിക്കാൻ പറ്റില്ല. തിരക്കഥാകൃത്തിൻ്റെ ഒപ്പീനിയനൊക്കെ അനുസരിച്ചാണ് നമ്മൾ ചെയ്യുക. പക്ഷെ സ്വന്തമായിട്ട് തിരക്കഥ എഴുതുമ്പോൾ അവിടെ ഒരു കടുംപിടുത്തമുണ്ട്. ആസ് എ ഫിലിം മേക്കർ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച സാധനം തന്നെ തിരക്കഥയിൽ വരണം, അത് തന്നെ സ്ക്രീനിൽ വരണം എന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. അതിന്റെ ഒപ്പം തന്നെ നിർമ്മാണം കൂടി തീർച്ചയായിട്ടും പിന്നെ വേറെ ആരോടും നമുക്ക്. അപ്പോൾ അതേസമയം ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് നമ്മളത് ഇൻസിസ്റ്റ് ചെയ്യാറുണ്ട്. കാരണം വെച്ചാൽ എൻ്റെ കഥാപാത്രം ഇങ്ങനെയാണ്. ഇപ്പോൾ മേഘമൽക്കാരൊക്കെ ചെയ്യുമ്പോൾ രാജീവ് ഇങ്ങനെയാണ്, നന്ദിത ഇതാണെന്ന് ഞാൻ കൃത്യമായിട്ട് ഓരോ സീനുകളിലും ഓരോ ഷോട്ടുകളിലും അവരോട് പറഞ്ഞിട്ട് തന്നെയാണ് അത് ചെയ്യും. ക്യാമറ എന്തോ ഒരു പ്രത്യേക സ്റ്റൈലിലാണ് എടുത്തിരിക്കുന്നത്. സൂപ്പർ 16 ഫിലിമിൽ ഷൂട്ട് ചെയ്തിട്ട് 35mm ബ്ലോ അപ്പ് ചെയ്തിട്ട്, അല്ലാണ്ട് സിനിമാസ്കോപ്പ് അല്ല. നമ്മളിപ്പോൾ കാണുന്ന വലിയ സ്ക്രീനല്ല, അത് ചെറിയ സ്ക്രീനിൽ കാണുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതങ്ങനെ ഒരു ചെറിയ സിനിമ എന്നുള്ള രീതിയിൽ ഒരു കോൺസെപ്റ്റിൽ അത് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെയാണ് തിരക്കഥ ഞാൻ സ്വന്തമായിട്ട് എഴുതുമ്പോൾ. പിന്നെ സ്വന്തമായിട്ട് എഴുതുമ്പോൾ കുറച്ചും കൂടി ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ടെന്നുള്ള സത്യമാണ്. കാരണം അതിനൊരു അങ്ങനത്തെ കഥകൾ ഞാൻ സ്വന്തം തിരക്കഥകൾ എഴുതിയിട്ടുള്ളൂ. ഇപ്പോൾ മേഘമൽഹാർ, സെല്ലുലോയിഡ്, കറുത്ത പക്ഷികൾ, ഇങ്ങനെയുള്ള സിനിമകളാണ് ഞാൻ എൻ്റെ സ്വന്തം തിരക്കഥയിൽ, ആമി, ഇങ്ങനെയൊക്കെയുള്ളതാണ് സ്വന്തം തിരക്കഥയിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളെ ഇടപെടലുകളെ പറ്റി പറഞ്ഞു. ഇപ്പോൾ അങ്ങനത്തെ ബാഹ്യമായ ഇടപെടലുകൾ ഉണ്ടാവുമ്പോൾ നമുക്ക് മനസ്സിന് ചേരാത്ത രീതിയിലുള്ള ചില വിട്ടുവീഴ്ചകൾക്കൊക്കെ വിധേയരായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ചിലപ്പോഴൊക്കെ ഉണ്ടാവാറുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ചില സിനിമകളിൽ 100% നമ്മൾ തൃപ്തരാവാത്ത ചില സിനിമകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ കഥയും തിരക്കഥയൊക്കെ ഇല്ലാണ്ട്. പക്ഷേ ചില സാഹചര്യത്തിൽ നമ്മൾ ചിലപ്പോൾ അങ്ങോട്ട് ആയിപ്പോവും. അതിപ്പോൾ ആരുടെയും കുറ്റം കൊണ്ടല്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ അയാൾ കഥ എഴുതുകയാണെന്ന് പറഞ്ഞ സിനിമ. അയാൾ കഥ എഴുതുകയാണ്, നമ്മൾ സിദ്ദീഖിൻ്റെ കഥയാണ്, മരിച്ചുപോയ ഡയറക്ടർ സിദ്ദീഖിൻ്റെ കഥയാണ്, ശ്രീനിവാസൻ്റെ തിരക്കഥ. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത്, എൻ്റെ തിരക്കഥ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ സിനിമ കണ്ടിട്ടുള്ളവർ മനസ്സിലാവും. അതിൻ്റെ അകത്ത് സാഗർ കോട്ടപ്പുറവും മറ്റേ നമ്മുടെ തഹസിൽദാരും അവർ തമ്മിലുള്ള ഉടക്കും പ്രശ്നങ്ങളൊക്കെ ഉള്ള ഫസ്റ്റ് ഹാഫ് മുഴുവൻ. പക്ഷെ അതിൻ്റെ ഇൻ്റർവെൽ പഞ്ച് എന്ന് പറയുന്നത് സാഗർ കോട്ടപ്പുറം കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിച്ചിരുന്ന പെൺകുട്ടിയാണിത്. പക്ഷെ ഇവർ തമ്മിൽ പരസ്പരം കണ്ടിട്ടില്ല. ഇവർക്ക് അറിയില്ലായിരുന്നു. ഈ അറിയില്ലായിരുന്നു എന്നുള്ളത് വിശ്വസിപ്പിക്കണ്ടേ നമ്മൾ സ്ക്രീനിൽ? അതൊരു വലിയ ടാസ്ക് അല്ലേ? അപ്പോൾ ഞാനതിൻ്റെ തിരക്കഥ ഡിസ്കസ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നിരുന്ന പ്രശ്നമാണ്, ഇത് ഒരു പ്രശ്നമാണ്. കാരണം ഇൻ്റർവെൽ പഞ്ചിന് വേണ്ടിയിട്ട് നീ കല്യാണം കഴിക്കാതിരുന്ന പെണ്ണാണെന്ന് പറഞ്ഞിട്ട് ഇയാളും ഞെട്ടുന്നു അവളും ഞെട്ടുന്നു. ഇവർ പരസ്പരം ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒരു ഫോട്ടോയിൽ കാണാതിരിക്കുമോ കല്യാണം കഴിക്കാൻ പോണ പെണ്ണിൻ്റെ അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോണ പയ്യൻ്റെ എന്നുള്ള ചോദ്യം ഒരു ചോദ്യം തന്നെയാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പിന്നീട് സെക്കൻഡ് ഹാഫ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഈ കുറേ കള്ളക്കഥകൾ അതിൻ്റെ അകത്ത് ഉണ്ടാക്കേണ്ടി വന്നു. അത് ഫസ്റ്റ് ഹാഫുമായിട്ട് ചേരാത്ത രീതിയിലേക്ക് കുറേ കള്ളക്കഥകൾ വന്നു എന്നതാണ്. അതിനെ പറ്റിയിട്ട് ഞാനും ശ്രീനിവാസനൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ആയിരുന്നു അത് പോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒരു ആശങ്ക ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ നിവൃത്തിയില്ലായിട്ട് പിന്നെ നമ്മൾ തുടങ്ങിയും പോയി, അവസാനിപ്പിക്കണമല്ലോ എന്നുള്ളൊരു ചോദ്യത്തിൽ പല കാര്യങ്ങളും അതിൻ്റെ അകത്തൊരു കൂട്ടിച്ചേർക്കൽ ഉണ്ടായത് കൊണ്ടാണ് ഫസ്റ്റ് ഹാഫിലെ സാഗർ കോട്ടപ്പുറം അല്ലാണ്ടായിപ്പോയി സെക്കൻഡ് ഹാഫിലെ സാഗർ കോട്ടപ്പുറം. അപ്പോൾ അത് അങ്ങനെ 100% തൃപ്തിയായിട്ടാണോ ഹാപ്പി ആയിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ പടം ഓടി. അതുകൊണ്ട് പിന്നെ അത് ആ സമയത്ത് അന്ന് പ്രശ്നം ഉണ്ടായിരുന്നില്ല. കളക്ഷൻ കിട്ടി, പ്രൊഡ്യൂസർക്ക് ലാഭം കിട്ടിയ ഒരു പടമായതുകൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും നമ്മളിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെ ആയിരുന്നു ആ സിനിമ. കുറച്ചും കൂടിയും ഹിലാരിയസ് ആയിട്ടത് സെക്കൻഡ് ഹാഫിൽ കൊണ്ടുവരുന്നെങ്കിൽ അതിന് വേറൊരു തലം ഉണ്ടാകുമായിരുന്നില്ലേ എന്ന് തോന്നാറുണ്ട്. അങ്ങനെ ചില സിനിമകൾക്ക് മലയാളത്തിലെ ഏറ്റവും അതിമനോഹരമായിട്ടുള്ള ഗാനം എന്ന് പറയാവുന്ന ഗാനാണ് ഏതോ നിദ്രത്തിൽ, രവീന്ദ്ര മാഷിന്റെ കമ്പോസിഷൻ. അത് എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇറങ്ങിയ കാലം തൊട്ട് ഇപ്പോഴും നിത്യഹരിതം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു ഗാനാണ്. ഏറ്റവും അതിമനോഹരമായിട്ടുള്ള മെലഡിയാ, പ്രണയഗാനാണ്. പാട്ടുകൾ പിന്നെ ആ പടത്തിലെ എല്ലാ പാട്ടുകളും ഇത് പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടതാണ്. അങ്ങനെയൊക്കെ വരും. അപ്പൊ അത് ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ നമുക്ക് ചില
തിരക്കഥ നമുക്ക് അയ്യോ അങ്ങനെ അല്ലായിരുന്നല്ലോ എന്നുള്ള തോന്നലുകൾ ഉണ്ടായിട്ടുണ്ട്. അതേസമയം ചില തിരക്കഥകൾ ഇത് ഇങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ എന്ന് നമുക്കറിയാം, അതുകൊണ്ട് അതിനൊരു മാറ്റവും ഇല്ല. അപ്പോൾ അതിൽ ഇപ്പോൾ ഓഡിയൻസിന് ഇഷ്ടപ്പെടാതിരുന്നിട്ടുണ്ടെങ്കിലും പ്രശ്നമില്ല, നമുക്കറിയാം. ഇപ്പം മധുരോമ്പരക്കാരൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയാണ്, കാരണം അത്രയും ഡീപ്പായിട്ടുള്ള, അത്രയും എന്താ പറയുക, നമ്മൾ ഇമോഷണലി കുഴക്കുന്ന സിനിമയാണല്ലോ അത്. ദുരന്തം, ഒന്നിനു മേലെ ദുരന്തങ്ങൾ, അതാണ് അതിന്റെ വിഷയം തന്നെ. അതും കാസർഗോഡ് പോലെ അത്രയും ഒരു ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്താണ് അത് എടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു അസ്വസ്ഥതകളും കൂടി ആ സിനിമയിൽ കാറ്റടിക്കുന്ന അങ്ങനത്തെ ഒരു ഭൂമികയിൽ നമ്മൾ അത് പ്ലേസ് ചെയ്ത് തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ദുരന്തത്തിന് മേലെ ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വരുന്ന കഥാപാത്രങ്ങളിലൂടെ പോകുന്ന ഒരു കഥ തന്നെയാണ്. അത് ആലോചിച്ചിട്ട് തന്നെയാണ്. അപ്പൊ എന്നോട് പിന്നീട് പല ആൾക്കാരും പറഞ്ഞു, ഇത്രയും ദുരന്തം വേണമായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മനുഷ്യരുടെ ജീവിതത്തിൽ കൂടി ദുരന്തം മാത്രം കടന്നുകൊള്ളൊരു മനുഷ്യരാണ്. അത് നമുക്ക് നിത്യ ജീവിതത്തിൽ കണ്ടുപിടിക്കുക, അവർ പോലും അറിയാതെ എന്തൊക്കെ ദുരന്തങ്ങൾ വരുന്നു. പക്ഷെ ആ ടൈറ്റിൽ തന്നെ ഉണ്ട്, അതിന്റെ പോസിറ്റിവിറ്റി ഉണ്ട്, നെഗറ്റിവിറ്റി ഉണ്ട് അല്ലേ? മധുരമുണ്ട്, നൊമ്പരമുണ്ട്, രണ്ടും വരുന്ന ഒരു കാറ്റാണ് അല്ലേ? അതെ അതെ. ഇപ്പൊ ടൈറ്റിലുകളെ പറ്റി പറയാം അല്ലേ? ഇപ്പൊ ഈ ടൈറ്റിൽ പറഞ്ഞപ്പോഴാണ് അത് തോന്നിയത്, ഈ ടൈറ്റിലുകൾ ഇടുമ്പോ ഇതുപോലെ ഇത്രയും അതിമനോഹരമായിട്ടുള്ള ടൈറ്റിലുകളൊക്കെ എങ്ങനെ കിട്ടുന്നത്? അന്ന് ആ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത കൂടിയായിരുന്നു. പിന്നെ അത് എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ പത്മരാജനാണ്. ഞാൻ പത്മരാജന്റെ ടൈറ്റിലുകളുടെ ഒരു ആരാധകനായിരുന്നു. ദേശാടനക്കിൽ കയറിയില്ല, നമുക്ക് ഓർക്കാൻ മുതിർന്നപ്പോൾ, ഇങ്ങനെയൊക്കെയുള്ള ആ കാലഘട്ടത്തിൽ അത്തരം ലെങ്തി ഒരു പോയറ്റിക് പാട്ട് കഥ മറ്റേ ടൈറ്റിലുകളുടെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാലമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻ്റെയൊക്കെ പടങ്ങളുടെ ടൈറ്റിൽ വരുമ്പോൾ തന്നെ ആൾക്കാർ പറയും, അതൊരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈറ്റിലാണ്, അത് പാവം പാവൻ രാജകുമാരൻ എന്നൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെയൊക്കെ ഓരോ സിനിമക്കും ടൈറ്റിലുകൾക്ക് അതിൻ്റെതായ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. കൃഷ്ണകുടിയിലെ ഒരു പ്രണയകാലത്ത് നമുക്ക് പറയണ ഒരുപാട്. ഇപ്പം മേഘമൽഹാർ പോലും അങ്ങനെ അക്കാര്യം പലരും അത് കേട്ടിട്ടില്ല ആ സമയത്ത്. പിന്നീടാണല്ലോ മേഘമൽഹാറിനെ പറ്റിയിട്ട് അത്ര എല്ലാവരും അറിയുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള പേരുകൾ വരുമ്പോൾ അത് ബോധപൂർവം തന്നെയാണ് കുറേയൊക്കെ ഞാൻ ഇട്ടിട്ടുള്ളത്. അന്ന് അതിനൊരു പ്രസക്തി ഉണ്ടായിരുന്നു അത്തരം ടൈറ്റിലുകൾക്ക്. പിന്നെ ഞാൻ ചെയ്യുന്ന സിനിമകളുടെ ഒരു വ്യത്യസ്തത നമുക്ക് ടൈറ്റിലുകളിലൂടെ വരണമെന്നുണ്ടായിരുന്നുകൊണ്ടാണ് അത്തരം ടൈറ്റിലാണ് ആദ്യം ശ്രദ്ധിക്കുക, പിന്നെയാണ് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത്. വളരെ ഇതായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ടൈറ്റിൽസ് കുറവായിരുന്നു എൻ്റെ പടങ്ങളിൽ. ഉണ്ടായിട്ടുണ്ട്, ഇപ്പൊ നമ്മൾ പോലെയൊക്കെയുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ചില സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അല്ലാത്ത പോയറ്റിക് ആയിട്ടുള്ള ഒരുപാട് ടൈറ്റിലുകൾ വന്നു പോയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ എനിക്ക് ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ ആ പേരുകൾക്കൊക്കെ അതല്ലാണ്ട് വേറൊരു പേരില്ല എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ ആലോചിക്കുമ്പോൾ ശുഭയാത്ര എന്നുള്ള പേര് ഇപ്പൊ അന്ന് ബോംബെയിൽ പോയിട്ട് അതല്ലാത്തൊരു വേറെ പേര് അതിനില്ല. ഇപ്പൊ വിഷ്ണുലോകം എന്നുള്ള പടം, ഇപ്പൊ ആ കഥാപാത്രം ഇപ്പൊ ശംഖു എന്ന് പറഞ്ഞ ക്യാരക്ടർ വീണ്ടും വിഷ്ണുലോകം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ അയാളുടെ ജീവിതം ലോകം ഒക്കെ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ടാണ് വിഷ്ണുലോകം എന്ന് പേരിട്ട്. അങ്ങനെ ഓരോ സിനിമക്കും അതിൻ്റെതായ അർത്ഥങ്ങൾ ഉണ്ടായിരുന്നു പേരിടുമ്പോൾ. ഇനിയിപ്പോ സിനിമയുടെ വേറൊരു ഭാഗത്തേക്ക് വരാം. ഇപ്പോൾ സിനിമാ ലോകത്ത് ഇപ്പോൾ അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് പല സംഘടനകളും ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ചലച്ചിത്ര സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായിട്ടുള്ള മാഗ്ഡ, അതുപോലെ തന്നെ സംവിധായകരുടെ സംഘടനയായിട്ടുള്ള ഫെഫ്ക, അതുപോലെ തന്നെ അമ്മ, ഏറ്റവും വിവാദം പിടിച്ചൊരു സംഘടനയായിട്ടാണ് ഇപ്പോൾ നാട്ടുകാരുടെ ഇടയിൽ മുഴുവൻ അറിയപ്പെടുന്നത്. അതിന്റെ ടൈറ്റിലിനെ പറ്റി വരെ ഇപ്പോൾ ആക്ഷേപങ്ങളുണ്ട്, അമ്മ എന്നുള്ള പേര് എന്തിനാണ്, അങ്ങനെയൊക്കെയുള്ള ആക്ഷേപങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഫെഫ്ക, മാഗ്ഡ പോലെയുള്ളതിലൊക്കെ താങ്കൾ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. സത്യത്തില് ഇപ്പോൾ ഈ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ സിനിമാ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ഒരു സംശയം ചോദിക്കട്ടെ. ഈ സംഘടനകളിലൂടെ, ഇപ്പൊ ഈ സംഘടനകൾ നിലവിൽ വന്ന ശേഷം സിനിമാ ലോകത്ത് ഈ നല്ലതായിട്ടുള്ള ഈ സംഘടിത ശ്രമങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്താണ് ദോഷങ്ങൾ, അതും കൂടി നമുക്ക് പറയാം. അതെ, ഇതിനകത്ത് സംഘടന ഉണ്ടാകാനുള്ള കാരണങ്ങളുണ്ട്. ഇപ്പൊ എല്ലായിടത്തും അങ്ങനെയല്ല. ഇപ്പൊ തൊഴിലാളി സംഘടനകൾ ലോകത്ത് എല്ലായിടത്തും ഉള്ളതാണ്. അപ്പോൾ ചലച്ചിത്ര മേഖലയിൽ നേരത്തെ തമിഴ്നാട്ടിലും ബോംബെയിലൊക്കെ സംഘടനയുണ്ട്. ഫെഫ്സി എന്ന് പറഞ്ഞിട്ട് എത്രയോ കൊല്ലം മുമ്പ് ഞങ്ങളൊക്കെ ആദ്യം മുതൽ അതിൽ മെമ്പറായിരുന്നു. അന്ന് തമിഴ്നാട്ടിലും അതുണ്ടായിരുന്നു. കേരളത്തിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സംഘടനകൾ തുടങ്ങാണ്ടായ കാരണം വെച്ചാൽ ഏറ്റവും ആദ്യം സംഘടന തുടങ്ങിയത് പ്രൊഡ്യൂസേഴ്സാണ്. അതാണ് ഏറ്റവും വലിയത്. തൊഴിൽ ദാതാവാണ് ആദ്യം സംഘടന തുടങ്ങിയത്, അതിനുശേഷമാണ് തൊഴിലാളികളുടെ സംഘടന വരുന്നത്. കാരണം ഫിലിം ചേംബറാണ് ഏറ്റവും ആദ്യം വരുന്നത്. അപ്പോൾ അതിനുശേഷം ഈ മാക്ട് ഉണ്ടാകുന്നു. മാക്ട് ഉണ്ടാകുന്ന സമയത്ത് ഒരു തൊഴിലാളി സംഘടന എന്നുള്ള രീതിയിലല്ല, അത് ഒരു സാംസ്കാരിക കൂട്ടായ്മ എന്നുള്ള രീതിയിലാണ് മലയാളം സിനിമ ടെക്നീഷ്യൻസ് അസോസിയേഷൻ എന്ന് പറയുന്നത് ക്രിയേറ്റീവ് ടെക്നീഷ്യൻസിൻ്റെ അസോസിയേഷൻ ആയിരുന്നു. അന്ന് അതിൽ പ്രൊഡക്ഷൻ ബോയ്സോ അല്ലെങ്കിൽ യൂണിറ്റിലെ ആൾക്കാരൊന്നും മെമ്പേഴ്സ് അല്ല. എഴുത്തുകാർ, സംവിധായകർ, അതല്ലെങ്കിൽ ക്യാമറാമാൻ, എഡിറ്റർ, ആർട്ട് ഡയറക്ടർ, അങ്ങനെ കുറച്ച് പേര് മാത്രമുള്ള ഒരു ക്രിയേറ്റീവ് ടെക്നീഷ്യൻസിൻ്റെ സംഘടനയായിരുന്നു. ഞങ്ങളത് തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അമ്മ എന്ന് പറയുന്ന ആർട്ടിസ്റ്റുകൾ ഞങ്ങൾക്കൊരു സംഘടന വേണമെന്ന് പറഞ്ഞിട്ട് അവർ എല്ലാവരും കൂടി സംഘടിച്ച് അവർ അമ്മ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് അങ്ങനെ പേരിട്ട് അമ്മ എന്നുള്ള പേരിട്ട്, അന്ന് വളരെ പ്രസക്തമായ പേരായിരുന്നു, അങ്ങനെ ഇട്ട്. പിന്നീട് മാക്ട കുറേ കാലം കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അത് പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല.
ഇതൊരു തൊഴിലാളി സംഘടന അല്ലെങ്കിൽ വേതനം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതായത് ഒരു വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കൂലി കിട്ടുന്നില്ല കറക്റ്റായിട്ട്. സിനിമാ സംവിധായകർക്ക് പോലും വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രൊഡ്യൂസർ അവസാനം പറയുന്ന ഞങ്ങൾക്ക് പടം നഷ്ടം വന്നുകൊണ്ട് പൈസ കിട്ടുന്നില്ല. അപ്പോൾ പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ ഫെഫ്സി മാതിരി ഒരു ട്രേഡ് യൂണിയൻ ആണെങ്കിൽ മാത്രമേ അങ്ങനെ കിട്ടുള്ളൂ എന്ന് വെച്ചിട്ടാണ് മാക്ട പിന്നീട് ട്രേഡ് യൂണിയനായിട്ട് മാറിയിട്ടാണ് ഈ ഫെഫ്ക ഉണ്ടാവുന്നത്. ഫെഫ്ക ഡയറക്ടേഴ്സിൻ്റെ മാത്രമല്ല എല്ലാവരുടെയും യൂണിയനും ചേർന്നിട്ടുള്ളതാണ്. 17 യൂണിയൻ മൊത്തം ചേർന്നിട്ടുള്ളതാണ്. അതിൻ്റെ ഫെഡറേഷനാണ് ശരിക്കും ഫെഫ്ക. അപ്പോൾ അതുണ്ടായി കഴിഞ്ഞപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ തൊഴിലിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായതാണ്. അതുപോലെ തന്നെ ഈ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിൻ്റെ അല്ലെങ്കിൽ മെമ്പേഴ്സിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ അസുഖം വന്നു, ചികിത്സയ്ക്ക് സഹായം കൊടുക്കുക, അതിൻ്റെ ആക്സിഡൻറ്റ് വന്നു അവരെ സഹായിക്കുക, മറ്റ് ഒരു മരണം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തെ സഹായിക്കുക, ഇത്തരം കാര്യങ്ങളിലേക്ക് ചികിത്സാ സഹായമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അത്തരം വെൽഫെയർ പരിപാടികൾ ഒരുപാട് നടക്കുന്നുണ്ട്. അത് അമ്മയിലുണ്ട്. അമ്മയിൽ പെൻഷൻ അടക്കമുണ്ടല്ലോ, എല്ലാവർക്കും മെമ്പേഴ്സിനും പെൻഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലേക്ക് അതിൻ്റെ വെൽഫെയർ ഏരിയകളൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ നല്ല കാര്യം തന്നെയാണ്. അതിൻ്റെ അകത്ത് യാതൊരു സംശയമില്ല. പിന്നെ മറ്റ് സംഘടനകളുടെ മറ്റ് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർ ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയും ഇങ്ങനെയൊക്കെ മീഡിയാസ് വന്നതിന് ശേഷമാണ് ഇത് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് അതിൻ്റെ പൊളിറ്റിക്സ് സിനിമാ രംഗമാകുമ്പോൾ കൂടുതൽ വരും. ഗ്ലാമറിൻ്റെ ലോകമായിട്ട് ശ്രദ്ധിക്കും. പിന്നെ അതിൻ്റെ പൊളിറ്റിക്സ് ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ഒരു കാലത്ത് ആ നടിയെ ആക്രമിച്ച സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇതിൻ്റെ പൊളിറ്റിക്സ് പുറത്തേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ പൊള്ളയായിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്ന അന്നാണ്, അതിനോടനുബന്ധമായിട്ടാണ്. അപ്പോൾ നിലപാടുകൾ പ്രശ്നമായി. നമ്മുടെ നിലപാടാണല്ലോ എല്ലാവരുടെയും പ്രശ്നം. നിലനിൽപ്പും നിലപാടും തമ്മിൽ വരുമ്പോൾ നമ്മുടെ സിനിമയിലുള്ള മിക്ക ആൾക്കാരും നിലപാട് എടുത്ത് കളഞ്ഞിട്ട് നിലനിൽപ്പിന് വേണ്ടിയിട്ട് പല കോംപ്രമൈസിനും പല എന്താ പറയുക ഇതിനൊക്കെ നിൽക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം കുഴപ്പങ്ങൾ വന്നത്. പക്ഷെ ചിലർ നിലപാടിൽ ഉറച്ചു നിൽക്കും. ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടാവും. കാരണം ഭൂരിപക്ഷം അതിനെ അംഗീകരിക്കണമെന്നില്ല. അപ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. WCC രൂപീകരിച്ചപ്പോൾ തന്നെ അതിലുള്ള അംഗങ്ങൾക്ക് സിനിമാ അവസരങ്ങൾ അങ്ങനെ വരുന്ന ഒരു സംഭവമാണ്. അപ്പം അതിൻ്റെ ഏതാണ് തെറ്റ് ശരി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് കൃത്യമായിട്ട് പറയാൻ ആളല്ല. പിന്നെ അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ നിലപാട് പറയേണ്ടി വരും. അപ്പം എനിക്ക് പറയാൻ വേണ്ടിയിട്ടായിട്ടില്ല. എനിക്ക് ആ കാര്യത്തിൽ എനിക്ക് നിലനിൽപ്പിനെ ഞാൻ പേടിക്കുന്ന ഒരാളല്ല. ഞാൻ ഓപ്പണായിട്ട് പലയിടത്തും പറഞ്ഞിട്ടാണ്. പക്ഷെ അനാവശ്യമായ കാര്യങ്ങൾ പറയേണ്ടതില്ലല്ലോ. അപ്പം അമ്മയിലുള്ള എന്താ പറയുക പൊളിറ്റിക്സിനെ കുറിച്ചോ അമ്മയിലുള്ള ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ച് ഞാൻ എന്തിനാ അഭിപ്രായം പറയണം? അത് അവർ പരിഹരിക്കട്ടെ. അവർക്ക് പരിഹരിക്കാൻ പറ്റില്ലെങ്കിൽ ആ സംഘടന വേണ്ടാണ്ട് വെക്കാന്നുള്ളത് അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ആ സംഘടന അങ്ങനെ കൊണ്ടുപോകണോ അല്ലെങ്കിൽ അത് പിരിച്ചു വിടണോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അത് അവർക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. അല്ലാണ്ട് അഭിപ്രായം ഇല്ലാണ്ടോ നിലപാടില്ലാണ്ടോ അല്ല. അപ്പോൾ നമുക്കതിൻ്റെ അകത്ത് ആവശ്യമില്ല. അത് അങ്ങനെ വഴിക്ക് പോട്ടെ. ഒരു സാധനം ചിലപ്പോൾ എന്താ പറയുക നിലനിൽക്കേണ്ടതാണെങ്കിൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അല്ലെങ്കിൽ ഏത് പ്രതികൂല കാലഘട്ടത്തിലും അത് നിലനിൽക്കും. ഇപ്പം നമ്മൾ കണ്ടു ചെടിയും മരങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. ഏത് കാലാവസ്ഥയിലും അവർ പിടിച്ചു വെക്കാൻ പറ്റും, ചിലതിനെ പറ്റില്ല. അപ്പം അത് അത്തരം പ്രതിസന്ധി ഘട്ടത്തിൽ അത് ഇല്ലാണ്ട് കൊഴിഞ്ഞു പോയിക്കോളും, വേലറ്റ് പോയിക്കോളും, അങ്ങ് പോയിക്കോളും എന്നുള്ളതാണ് എൻ്റെ ഒരു ഇതിനോടുള്ള കാഴ്ചപ്പാട്. അതങ്ങ് പോട്ടെ എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കേരള ചലച്ചിത്ര അക്കാദമി വളരെ ശക്തമായിട്ടുള്ളൊരു ഗവൺമെന്റ് സ്ഥാപനമാണ്. അതിൽ അംഗമായിരുന്നിട്ടുണ്ട്, ചെയർമാനായിരുന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അതുപോലെ താങ്കളുടെ ആ കാലഘട്ടത്തെ കുറിച്ച് എന്തൊക്കെ അതിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റി? ഞാൻ ചെയർമാനായിരുന്ന കാലം എന്ന് പറഞ്ഞാൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 2016 മുതലാണ് 2021 വരെ ഞാൻ ചെയർമാനായിരുന്നു. ആ കാലത്ത് ശരിക്കും പറഞ്ഞെങ്കിൽ ചലച്ചിത്ര അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ അക്കാഡമിക്കായിട്ട് ഒരുപാട് മുന്നോട്ട് പോകാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം അത് ഇടതുപക്ഷ കാഴ്ചപ്പാടുകളുടെ ഭാഗമായിട്ട് പുരോഗമന ചിന്താഗതിയും ഒപ്പം സിനിമയെ ഒരു കലാസൃഷ്ടി എന്നുള്ളത് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിച്ചുള്ളത്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ഭരണസമിതിയിലെ അംഗങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ബീനാപ്പോൾ അടക്കമുള്ള ആൾക്കാരെല്ലാവരും ആ കാഴ്ചപ്പാടുള്ള ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു കൂട്ടായ്മ നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയർമാനായിട്ടിരിക്കുമ്പോൾ എനിക്ക് ഫുൾ സപ്പോർട്ടും ഉണ്ടായിരുന്നു അവരുടെ ഭാഗം. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രവർത്തനം. ഇപ്പോൾ അതിനു മുമ്പ് അക്കാഡമിക്ക് ഒരു ആസ്ഥാന മന്ദിരം ഉണ്ടായിരുന്നില്ല. നമ്മളൊരു വാടക കെട്ടിടത്തിലാണ് കിടന്നത്. കിൻഫ്ര പാർക്കിൽ സ്വന്തമായിട്ട് സ്ഥലം ഉണ്ടായിരുന്നു അക്കാഡമിക്ക്. ആ സ്ഥലത്ത് ഞങ്ങൾ ബിൽഡിംഗ് ഉണ്ടാക്കി, ഓഫീസും ഉണ്ടാക്കി, അതിനോടൊപ്പം തന്നെ ഒരു റിസർച്ച് സെൻറ്റർ ഉണ്ടാക്കി. ഒരു ഇൻ്റർനാഷണൽ റിസർച്ച് സെൻറ്ററാണ്. അപ്പോൾ ലോകത്തുള്ള എല്ലാ സിനിമകളെ കുറിച്ച് പഠിക്കാനൊക്കെ ഉള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട്. വലിയ ലൈബ്രറി ഉണ്ട്. ലോകത്തുള്ള ക്ലാസിക് സിനിമകളുടെ ഒക്കെ ശേഖരമുണ്ട്. മലയാള സിനിമയുടെ മിക്കവാറും 99% സിനിമകളുടെ ഒരു ശേഖരമുണ്ട്. അതുപോലെ തന്നെ സിനിമയായിട്ട് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ശേഖരമുണ്ട്. പുസ്തകങ്ങളാണെങ്കിൽ ഇഷ്ടംപോലെ പുസ്തകങ്ങളുണ്ട്. ഏത് കുട്ടികൾക്കും ഇപ്പോൾ റിസർച്ച് ചെയ്യാനായിട്ട് സിനിമയെക്കുറിച്ച് റിസർച്ച് ചെയ്യാനായിട്ട് അവിടെ വന്ന എല്ലാ സൗകര്യമുണ്ട്. പ്രിവ്യൂ തിയേറ്റർ ഉണ്ട്. ഡിജിറ്റലായിട്ട് സിനിമ കാണാനുള്ള എല്ലാ അവസരങ്ങളുണ്ട്. അപ്പോൾ അത്തരം ഒരു അക്കാഡമിക്കായിട്ട് അക്കാഡമിയെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് കഴിഞ്ഞു. പിന്നെ ഫിലിം ഫെസ്റ്റിവൽ കുറച്ചും കൂടിയും സുതാര്യമാക്കാനായിട്ട് പറ്റി. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ IFFK ഒരു വലിയ ഒരു കാഴ്ചപ്പാടുണ്ട്. അത് IFFK തുടങ്ങിയ
നമുക്ക് മുമ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ഒരു വലിയൊരു കാഴ്ചപ്പാട് തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പൊളിറ്റിക്സ് കാര്യങ്ങളൊക്കെ തന്നെ നിലനിർത്തിയിട്ട് തന്നെയാണ് അത് ഏത് ഗവൺമെൻറ് മാറി വന്നു കഴിഞ്ഞാലും IFFയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാറില്ല. അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് അതിനെ ഏത് രീതിയിൽ നവീകരിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയർമാനായിരിക്കുന്ന സമയത്ത് നമ്മൾ നോക്കിയത്. അത് മാക്സിമം ആ രീതിയിലേക്ക് സിനിമകളുടെ തെരഞ്ഞെടുപ്പുകൾ, പുതിയ തലമുറ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഡെലിഗേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ തലമുറ ഉണ്ടായി വന്നു. ഞങ്ങൾ അക്കാഡമിയായിട്ട് ബന്ധപ്പെട്ട് ഞാനൊക്കെ ആദ്യം തുടങ്ങിയ സമയം മുതലുള്ള ആളാണ്. അന്നുണ്ടായിരുന്ന ഒരു ജനറേഷൻ മാറിയിട്ട് പുതിയൊരു ജനറേഷൻ സിനിമ കാണാനായിട്ട് വന്നു. ആ സിനിമ കണ്ട ജനറേഷനിലൂടെ സിനിമ വളരെയധികം ഗ്രോ ചെയ്തു. സിനിമ പ്രേക്ഷകർ മാത്രമല്ല, സിനിമ ഉണ്ടാക്കുന്നവരും അതിൻ്റെ ഗുണം നമ്മൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് മലയാള സിനിമയിൽ നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ രീതിയിലൊക്കെ നോക്കുകയാണെങ്കിൽ അക്കാഡമിക്ക് അതിൻ്റെതായ വലിയ പ്രസക്തി ഉണ്ട്. ഞാൻ ചെയർമാനായിരുന്ന കാലത്ത് മാക്സിമം ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നി. പിന്നെ വിവാദങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പൊളിറ്റിക്കലായിട്ട് ഒരുപാട് വിവാദങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു കാലഘട്ടത്തിൽ വലിയ വലിയ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ നമ്മൾ നമ്മുടെ ഈ പറഞ്ഞ നിലപാടുകളിലൂടെ ഉറച്ചു നിന്നുകൊണ്ട് അതിനെ നേരിട്ടിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. ഇപ്പോൾ പിൻഗാമിയായിട്ട് വന്നല്ലേ പ്രേംകുമാറൊക്കെ അല്ലായിരുന്നു? ഇപ്പോൾ രഞ്ജിത്തായിരുന്നു ആദ്യം വന്നത്. രഞ്ജിത്തിന് പ്രശ്നമുണ്ടായി, പിന്നെ പ്രേംകുമാറായി. അദ്ദേഹം നല്ല രീതിയിൽ പ്രവർത്തിച്ചു. പക്ഷേ അത് പിന്നെ രഞ്ജിത്തിന് പകരമായിട്ട് പുള്ളി കുറച്ചു കാലം ഉണ്ടായിരുന്നു. ശരിക്കും ആക്ടിങ് ചെയർമാനായിരുന്നു, ഒരു മുഴുനീള ചെയർമാൻ ആയിരുന്നില്ല പുള്ളി. പിന്നെ ഇനിയിപ്പോ റസൂല് വന്ന് അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞു. ഇനിയിപ്പോ പുതിയ ചെയർമാൻ വരണം. അക്കാഡമി മുന്നോട്ട് പോകും. അതിനകത്ത് ഏത് ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രവർത്തനങ്ങൾക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പോ 1980-കളില് തുടങ്ങിയൊരു ചലച്ചിത്ര ജീവിതമാണ് താങ്കളുടേത്. ഇപ്പോൾ ഇന്ന് ചലച്ചിത്ര മേഖല പാടെ മാറിപ്പോയി. സിനിമകളൊക്കെ പലതും ഇറങ്ങുന്നുണ്ട്. ചിലതൊക്കെ കാണുമ്പോൾ അയ്യോ ഇങ്ങനെയൊക്കെ സിനിമ ഉണ്ടല്ലേ എന്ന് നമുക്ക് തോന്നുന്ന തരത്തിൽ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. അന്നത്തെ ചിത്രങ്ങൾ പലതും ഇതാവുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ തലമുറ എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തില്, ഇപ്പൊ ഞാൻ 12-ാം വയസ്സിലാണ് ഉണ്ണികളെ ഒരു കഥ പറയാൻ കാണുന്നത്. അതൊക്കെ ഇപ്പോഴും കാണുമ്പോൾ നമുക്ക് അത്രയും അയ്യോ നമ്മളുടെ ഒരു കാലഘട്ടം കൂടിയാണല്ലോ അത്. പക്ഷെ ഇന്നത്തെ സിനിമകൾ പലതും അത് കണ്ടിറങ്ങി കഴിഞ്ഞു. കുറച്ചു കാലത്തേക്കൊക്കെ നമ്മുടെ മനസ്സിൽ നിൽക്കുള്ളൂ. പലതൊന്നും ഞാൻ പറയുന്നുള്ളൂ, എല്ലാം അല്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ചലച്ചിത്ര കാലത്തിന്റെ കൂടെ സഞ്ചരിക്കുക. ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ആക്റ്റീവായിട്ട്. അപ്പൊ എങ്ങനെ അതിനുള്ള എന്താണ് സ്വയം വരുത്തുന്ന മാറ്റങ്ങൾ? അല്ല, മാറ്റം എന്ന് പറഞ്ഞാൽ ഓരോ കാലഘട്ടത്തിൽ ഇപ്പൊ ഞാൻ സിനിമ തുടങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന ഒരു സിനിമ മേക്കിംഗ് രീതിയേ മാറിപ്പോയിട്ടുണ്ടായിരുന്നു. ഈവൻ ക്യാമറകൾ മാറി, ഫിലിം മാറി, ഡിജിറ്റൽ വന്നു. അപ്പൊ അതിനനുസരിച്ച് നമ്മളും നവീകരിക്കാൻ ശ്രമിക്കണമല്ലോ. അപ്ഡേറ്റഡ് ആണ്. ഇപ്പൊ പഴയ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യണത് ഇത് മാറിയിട്ട് ഡിജിറ്റൽ വന്നു കഴിഞ്ഞപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കണം. അതിനോടൊപ്പം തന്നെ ഈ മോണിറ്റർ, സ്പോട്ട് എഡിറ്റിംഗ് തുടങ്ങിയിട്ടുള്ള എല്ലാ നൂതന സാങ്കേതിക അത് നേട്ടങ്ങളുമാണ്. കുറച്ചുകൂടി എളുപ്പമാക്കുന്നുണ്ട് ഫിലിം മേക്കിംഗ്. ചെറുപ്പക്കാർക്കൊക്കെ അത് വളരെ എന്താ പറയുക, വളരെ ഈസി ആക്കുന്നുണ്ട് സിനിമ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചാണ് ഈ സിനിമയിൽ ഒരുപാട് ആൾക്കാർ വരാൻ തുടങ്ങിയത്. നമുക്കറിയാലോ, ഇപ്പോൾ സംവിധായകരുടെ എണ്ണം തന്നെ എണ്ണിയാൽ തീരില്ല. അത്ര സംവിധായകരാണ് ഓരോ വർഷം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ സംവിധായകനും അവൻ്റെ പുതിയ സിനിമയായിട്ട് വരുന്നു. പിന്നെ അയാളുടെ അടുത്തൊരു സിനിമ വരുന്ന ഒരു 5-6 കൊല്ലമായിട്ടാണ് അടുത്ത സിനിമ വരുന്നത്. അപ്പോഴേക്കും ഒരു 10-50 പുതിയ സംവിധായകർ വേറെ വന്നതാണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പലതും ഓർത്തു വെക്കാനായിട്ട് നമ്മുടെ അത് സിനിമയിൽ മാത്രമല്ലല്ലോ, ജീവിതത്തിലും അങ്ങനെ തന്നെയാണല്ലോ. ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് നമ്മുടെ ഓർമ്മകൾക്കൊക്കെ അധികം ആയുസില്ല എന്നുള്ളതാണ് അല്ലേ. പെട്ടെന്നെല്ലാം മറന്നു പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു സിനിമ കണ്ടു കഴിഞ്ഞാലും അത് മറക്കുക. യൂസ് ആൻഡ് ത്രോ ആണല്ലോ നമ്മളെല്ലാം ഇപ്പോൾ. അപ്പോൾ അത് നമ്മുടെ എന്താ പറയുക, ആസ്വാദനത്തിലും ആ സംഭവം വന്നിട്ടുണ്ട്, ആ സിനിമയിലും വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇനിയത്തെ സിനിമകൾ കുറേ വർഷങ്ങൾ ഓർമ്മയിൽ നിൽക്കും എന്ന് വിചാരിച്ചിട്ടൊരു കാര്യമൊന്നുമില്ല, നിൽക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അതിൻ്റെ അകത്ത് ആവശ്യമില്ല. പിന്നെ നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു കുറച്ച് കാലമായിട്ട് ഇപ്പോൾ നമ്മൾ ജെൻസി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഈ ജെൻസി കുട്ടികളുടെയൊക്കെ ഒരു കാഴ്ചപ്പാടും പഴയതിന് അവർക്ക് ആ ഒരു കാലമില്ല അവർക്ക്, അവരുടെ യൂണിവേഴ്സിൽ അതില്ല. അപ്പോൾ പഴയ സിനിമകൾ, പഴയ കാലം ഒന്നും അവരുടെ യൂണിവേഴ്സിലില്ല. അവർക്ക് ഇപ്പം എന്താണ് നടക്കുന്നത് അത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞൊരു 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ വരുന്ന ഇപ്പം ഞാൻ ആൽഫ വരും, അപ്പോഴേക്കും അവർ ഈ ജെൻസിയും വിടും അവർ അല്ലേ, ആ ജെൻസി ഉണ്ടാക്കിയ സിനിമകളെയും വിടും അവർ. ആ കാലത്ത് പോകും. അപ്പോൾ ആ കാലത്ത് മാത്രം ജീവിക്കുന്നവർ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻപ് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് ഇപ്പം അത് ക്രിഞ്ചടിക്കുന്ന വാക്കാണ് നൊസ്റ്റാൾജിയ എന്നുള്ള സാധനം. പക്ഷെ നമ്മളുടെയൊക്കെ ഒരു കാലത്ത് ഈ നൊസ്റ്റാൾജിയക്ക് വളരെ പ്രാധാന്യം ഉണ്ടായിരുന്നു. പഴയ പാട്ടുകൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൗതുകം പോലെ തന്നെയാണ് പഴയ സിനിമകൾ കാണുന്നുണ്ട്. ഇന്നിപ്പോൾ പഴയ പാട്ടുകൾ കേൾക്കാൻ ആർക്കും താല്പര്യമില്ല, പഴയ സിനിമകൾ കാണാനും അതിനെക്കുറിച്ച് സംസാരിക്കാനും പുതിയ തലമുറയ്ക്ക് താല്പര്യം ഉണ്ടാകുന്നില്ല. അപ്പോൾ ചിലപ്പോഴെങ്കിലും ഈ പറഞ്ഞ യൂട്യൂബിൽ ഒരു ഗുണം കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങളുടെയൊക്കെ സിനിമ വീണ്ടും ഓർക്കാൻ കാരണം കോവിഡാണ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് കോവിഡിനോടാണ്. കാരണം ഈ കോവിഡ് കാലത്ത് എല്ലാവരും വീട്ടിലിരിക്കാൻ തുടങ്ങിയപ്പോൾ സിനിമാ തിയേറ്ററൊന്നും ഇല്ലാണ്ടായി കഴിഞ്ഞപ്പോൾ ഈ പഴയ സിനിമകൾ യൂട്യൂബിൽ
എല്ലാ ചെറുപ്പക്കാരും കാണാൻ തുടങ്ങി. ഈ ജെൻസി എന്ന് പറഞ്ഞ കുട്ടികളൊക്കെ കാണാൻ തുടങ്ങിയപ്പോൾ അവരുടെ ഒരു അപ്പോഴത്തെ ഒരു ആസ്വാദന എന്താ പറയുക, വീട്ടിലേക്ക് അടഞ്ഞുകൂടിയിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നത് വേറൊരു മൈൻഡ് സെറ്റിലാണ് അവർ ഈ സിനിമകളൊക്കെ. അവർക്കത് അപ്പോൾ ഭയങ്കരമായിട്ട് ആ സമയത്തൊക്കെ എനിക്കൊക്കെ ഒരുപാട് കോളുകൾ വരുമായിരുന്നു. ഞാൻ ഈ സിനിമ കണ്ടത് ഞാൻ കാണാൻ പറ്റിയിട്ടില്ല, ഇങ്ങനെ സിനിമയെക്കുറിച്ച് കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല, അത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് നല്ല സിനിമയാണ്, ഇത് ആണോ അല്ലെങ്കിൽ അത് എന്നെ. അപ്പം പിന്നീട് എൻ്റെ വീട്ടിൽ പറഞ്ഞ അച്ഛനും അമ്മയോടൊക്കെ പറഞ്ഞപ്പോഴാണ് അവരാണ് ആ സിനിമയെക്കുറിച്ച് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് കുട്ടികൾ നമ്മളെ വിളിക്കാൻ തുടങ്ങി, എന്തൊരു നല്ല സിനിമയാണെന്നൊക്കെ പറഞ്ഞിട്ട് മറന്നു. ഇപ്പം ഞാനൊരു സിനിമയുടെ കാര്യം ഓർക്കുന്നത് പൂക്കാലം വരവായി എന്നുള്ള സിനിമ. എനിക്ക് തോന്നുന്നു ആ കാലത്ത് ഒരുപാട് പേര് വിളിച്ചത് തന്നെ പൂക്കാലം വരവായി കണ്ടിട്ടുണ്ട്. കാരണം നല്ല എന്തൊരു മെസ്സേജാണ് ആ സിനിമയിലൂടെ പറയുന്നത്. കാരണം ഞങ്ങളുടെയൊക്കെ ബാല്യം ഭയങ്കരമായിട്ട് അത് മിസ് ചെയ്തു ആ സിനിമ കണ്ടപ്പോഴെന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം പടം കണ്ടിട്ടുണ്ടാകുമല്ലോ, ഡ്രൈവറുടെ കൂടെ പോയിട്ട് അപ്പൊ ഒരുപാട് ചർച്ച ചെയ്യാത്ത സിനിമയായിരുന്നു. അപ്പൊ അതുകൊണ്ട് പല പിള്ളേരും സിനിമയെ കുറിച്ച് കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അത് നല്ല റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമയാണ്, കാരണം എപ്പോ ചാനലിൽ വന്നാലും ഞാൻ കാണാറുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞു. അപ്പൊ അത് അങ്ങനത്തെ കുറെ സിനിമകൾ നമുക്കൊക്കെ ഒരു ഗുണം കിട്ടി. ആ സിനിമകളൊക്കെ ജനങ്ങളുടെ മനസ്സിലേക്ക് വീണ്ടും കയറി വന്നു. പുണ്ണികളൊക്കെ തന്നെ ഒരുപാട് പേര് റിപ്പീറ്റ് ചെയ്ത് കാണാൻ തുടങ്ങിയത് ഈ കാലത്താണ്. അതൊക്കെ ഗുണം ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞങ്ങളുടെ സിനിമകളൊക്കെ വീണ്ടും വീണ്ടും ആൾക്കാരെ മനസ്സിലാക്കി. പിന്നെ ഓഫ് കോഴ്സ് മമ്മൂട്ടി മോഹൻലാലിൻ്റെ ഒരു കരിഷ്മയുടെ ഭാഗമായിട്ട് നമുക്കറിയാം ഈ ഫാൻസുകാർ ഇപ്പം മമ്മൂട്ടിയുടെയൊക്കെ മോഹൻലാലിൻ്റെ ഒക്കെ സിനിമകളെ കുറിച്ച് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് കാര്യം എന്താണ്, ആ ഫാൻസിൻ്റെ ഒരു അവരത് കൊണ്ടു നടക്കുന്നുണ്ടാണ്. അപ്പം അത്തരം ഒരു എന്താ ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്ന ഒരു സംഭവം ഉണ്ട് താരങ്ങൾ പ്രത്യേകിച്ച് അഭിനയിക്കുന്ന സിനിമകൾ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ കാലത്ത് അത് ജീവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല, എത്ര കാലമാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ ചോദിക്കട്ടെ, ഇപ്പൊ ഈ തിയേറ്റർ സംസ്കാരമൊക്കെ മാറിപ്പോ അതൊന്ന് ഏതാണ്ടൊക്കെ വിട്ട് ഇപ്പൊ ഈ OTT സംസ്കാരത്തിലേക്കൊക്കെയാണ് വരുന്നത്. തിയേറ്ററിൽ പോയി മെനക്കെട്ട് സിനിമ കാണേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ ഒരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്യാൻ പറ്റുന്നവര്. അല്ലാത്തവര് സാധാരണ TV-യിൽ തന്നെ നമുക്ക് സുഖമായിട്ട് വീട്ടിലിരുന്ന് കണ്ടാൽ പോരെ, ഇത്ര ചെലവും വരുന്നുള്ളൂ. ഇപ്പൊ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ചെലവും വരുന്നില്ല. അപ്പോൾ അത്തരം ഒരു തിയേറ്റർ സംസ്കാരം വേഴ്സസ് ഈ OTT സംസ്കാരം, അതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? അല്ല, തിയേറ്ററിൽ സിനിമ ഉണ്ട്, ഇപ്പോഴും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അത് പക്ഷെ കാണുന്ന ഓഡിയൻസിന്റെ കാഴ്ചപ്പാട് മാറിയില്ല. ഇപ്പോൾ പുതിയ ജനറേഷനിലെ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു വെച്ചാൽ തിയേറ്റർ എക്സ്പീരിയൻസ് എന്നാണ് അവർ പറയുന്നത്. ഈ തിയേറ്റർ എക്സ്പീരിയൻസ് തെറ്റിദ്ധരിക്കപ്പെട്ടൊരു വാക്കാണെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പം ഞാൻ പറയാം, അപ്പം ഞങ്ങൾക്കൊക്കെ ഏറ്റവും വലിയ തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പതേർ പാഞ്ചാലി കാണുമ്പോൾ എനിക്കൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോഴത്തെ കുട്ടികളോട് പതേർ പാഞ്ചാലി തിയേറ്ററിൽ കണ്ടിട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു നിശബ്ദം എന്ന് വെച്ചാൽ ഒരുപാട് മ്യൂസിക്കൊന്നും ഇല്ലാതെ വളരെ മനോഹരമായിട്ട് ഇപ്പോൾ എലിപ്പത്തായം കാണുമ്പോൾ നമുക്കൊരു വലിയ തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ മുന്തിരിത്തോപ്പുകൾ കാണുമ്പോൾ ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഈ ബ്രഹ്മാണ്ഡ സിനിമകളെ കുറിച്ചാണ്, ഇല്ലേ? ഇപ്പോൾ KGF, ബാഹുബലി, KGF അതിലുള്ള സിനിമയെ കുറിച്ചാണ് അവർ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. വലിയ എന്താ പറയുക, അത്തരം വിഷ്വൽ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കുന്ന സിനിമ. ശബ്ദമാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടായത്. നിശബ്ദത എന്ന് പറയുന്ന സാധനം ഇപ്പോൾ പിള്ളേർക്ക് സഹിക്കാൻ പറ്റില്ല. വലിയ സൗണ്ടിൽ ലൗഡറായിട്ടുള്ള മ്യൂസിക്കും ലൗഡായിട്ടുള്ള എഫക്ട്സുകളും കാര്യങ്ങളൊക്കെ. പക്ഷെ എൻ്റെയൊക്കെ ഒരു കാഴ്ചപ്പാടിൽ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദം വിഷ്വലിന് താഴെ നിൽക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിഷ്വല് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണം, ശബ്ദം നമ്മൾ കാതുകൾക്ക് സുഖം പകരാനാണല്ലോ കാതുകൾ. ഇപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അണ്ടർടോണായിട്ട് നിൽക്കാൻ പാടുള്ളൂ. ഇന്ന് അങ്ങനെയല്ലല്ലോ, ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ഭയങ്കരമായിട്ട് ലൗഡറായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതാണ് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ളത്. അപ്പോൾ അത് കാലം മാറിയോണ്ടാണ്. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ വീട്ടിലിരുന്ന് സിനിമ കാണുമ്പോൾ അങ്ങനെ ഒരു ലൗഡ് ഒരു വലിയ സ്ക്രീനിൽ അങ്ങനെ ലൗഡായിട്ട് കാണാനായിട്ട് നമ്മൾ ഇഷ്ടപ്പെടില്ല. രണ്ട് രീതിയിലാണ് സിനിമ കാണുന്നത്, അത് വ്യത്യാസമുണ്ട്.